എല്ലാവർക്കും PSC SCRT ബൂസ്റ്റർ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ശനിയാഴ്ച ജൂലൈ 18 നടക്കുന്ന 10th പ്രിലിംസിന് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട കേരള ഹിസ്റ്ററിയിലെ പോയിന്റ്സ് ആണ്. ക്വിക്ക് റിവിഷൻ ആണ്. എക്സാമിന് മുന്നേ റിവിഷൻ ആയിട്ട് എടുത്താൽ മതി. SCRTയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ഏരിയയിൽ നിന്ന് വരുന്നത്. അതിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റം, അതിന് പിന്നിൽ പ്രവർത്തിച്ചവരും, പിന്നെ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണവും, അതുപോലെ തന്നെ അയ്യങ്കാളി, ചട്ടമ്പി സ്വാമി, ശ്രീനാരായണ ഗുരു, പണ്ഡിറ്റ് കറുപ്പൻ, VT ഭട്ടതിരിപ്പാട്, കുമാരഗുരു, മന്നത്ത് പത്മനാഭൻ തുടങ്ങിയ സാമൂഹ്യ പരിഷ്കർത്താക്കളും. അങ്ങനെ 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ് കേരള ഹിസ്റ്ററിയിൽ നിന്ന് ചോദിക്കുന്നത്. നമ്മൾ നോക്കുന്നത് പുതിയ SCRTയും അതുപോലെ പഴയ SCRTയിലെയും ഇമ്പോർട്ടന്റ് ആയിട്ട് PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. SCRT ടെക്സ്റ്റ് ബുക്ക് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് മുഴുവനായിട്ടും ലഭിക്കും. അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈ പോയിന്റും കൊടുക്കുക. അപ്പൊ സമയം കളയാതെ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. പുതിയ SCRT എന്ന് പഠിക്കേണ്ട 2 ചാപ്റ്ററേ ഉള്ളൂ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ചാപ്റ്റർ ആണ്. അതിലൊന്ന് വരുന്നത് 7ാം ക്ലാസ്സിലെ ചാപ്റ്റർ ആണ്, അനീതിയിൽ നിന്ന് നീതിയിലേക്ക്. പിന്നെ 8ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ, ദേശീയ പ്രസ്ഥാനവും കേരളവും എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ഈ 2 ചാപ്റ്റേഴ്സും നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചിട്ട് പോകണം. എക്സാമിന് യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ നമുക്ക് ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് നോക്കാം. അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് APJ അബ്ദുൽ കലാമിന്റെ ആത്മകഥയുടെ പേര് നിങ്ങൾ പഠിച്ചു വെക്കണം. ഏതാണ്? അഗ്നി ചിറകുകൾ. അദ്ദേഹത്തിന് കുട്ടിക്കാലത്ത് നടന്ന ഒരു സംഭവമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മെയിൻ ആയിട്ട് ഈ ചാപ്റ്ററിൽ പറയുന്ന അനീതി കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അബ്ദുൽ കലാമിന്റെ ആത്മകഥയുടെ പേര് പഠിച്ചിരിക്കണം. ഏതാണ്? അഗ്നി ചിറകുകൾ. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് സംഭവിച്ച ഒരു അനുഭവമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. PSC പോയിന്റ് ഓഫ് വ്യൂല് അത് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം മാത്രം പറഞ്ഞു പോകാം. എന്താണ് അനീതി? അതിനെ കുറിച്ചാണ് ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. സമൂഹത്തിലെ ചില വിഭാഗങ്ങൾക്ക് അർഹിക്കുന്ന പരിഗണന നൽകാതെ മാറ്റി നിർത്തുന്ന സാഹചര്യം നിലനിന്നിരുന്നു. അബ്ദുൽ കലാം തന്റെ ആത്മകഥയിലൂടെ പറഞ്ഞിരിക്കുന്നത് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് വ്യക്തികളെ ഒഴിവാക്കൽ, അവസരങ്ങൾ നിഷേധിക്കൽ, സാമൂഹികമായിട്ട് വിവേചിക്കൽ തുടങ്ങിയ പ്രവണതകളെയാണ് നമ്മൾ അനീതി എന്ന് വിശേഷിപ്പിക്കുന്നത്. മുൻവിധിയോടെ ചില സാമൂഹ്യ വിഭാഗങ്ങളെ അവരുടെ ജാതിയുടെയോ അതുപോലെ മതത്തിന്റെയോ വർഗത്തിന്റെയോ പേരിൽ ഒഴിവാക്കിയിരുന്നു. കഴിവുണ്ടായിട്ടും തൊഴിലും വിദ്യാഭ്യാസവും അവസരവും നിഷേധിക്കുക, അവസരങ്ങൾ ഉണ്ടായിട്ടും നൽകാതിരിക്കുക, വ്യക്തി എന്ന നിലയിലുള്ള പരിഗണനകൾ കൊടുക്കാതിരിക്കുക തുടങ്ങിയ പ്രവർത്തികളിലൂടെയും ചില സാമൂഹ്യ വിഭാഗങ്ങളെ അരികുകളിലേക്കാക്കിയിരുന്നു. സാമൂഹ്യ നീതി നേടുന്നതിനായിട്ട് നേതൃത്വം നൽകിയ പ്രധാന വ്യക്തികളെ കുറിച്ചും സംഭവങ്ങളെ കുറിച്ചുമാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് അതാണ് PSCക്ക് വേണ്ടത്. അത് നമുക്ക് നോക്കാം. തുല്യ പരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്ന പ്രക്രിയയാണ് എന്ത്? അരികുവൽക്കരണം അല്ലെങ്കിൽ പാർശ്വവൽക്കരണം എന്ന് പറയുന്നത്. പിന്നെ ഈ അരികുവൽക്കരണത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? പ്രകൃതി ദുരന്തം, മനുഷ്യനിർമ്മിത ദുരന്തം എന്നിവയാൽ സ്വന്തമായി ഉണ്ടായിരുന്ന വസ്തുവകകൾ നഷ്ടപ്പെടുന്നതിലൂടെയും എന്താണ്? അരികുവൽക്കരണം ഉണ്ടാകുന്നുണ്ട്. പിന്നെ വെള്ളപ്പൊക്കം, ഭൂമികുലുക്കം, ഉരുൾപൊട്ടല്, കടൽക്ഷോഭം മുതലായ പ്രകൃതി ദുരന്തം വഴിയും, പിന്നെ അതുപോലെ യുദ്ധം, അപകടം, വ്യവസായശാലകളിലെ ദുരന്തം, പിന്നെ എന്താണ്? മനുഷ്യനിർമ്മിത ദുരന്തം. ഇതൊക്കെ മനുഷ്യനിർമ്മിത ദുരന്തമാണ്. ഇതൊക്കെ വഴി എന്താണ്? അരികുവൽക്കരണം സംഭവിക്കുന്നുണ്ട്. പിന്നെ ജാതി, മത, ഗോത്രലിംഗ പദവികളിലെ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ ചിലരെ മനഃപൂർവ്വം ഒഴിവാക്കുന്നത് വഴിയും എന്താണ്? അരികുവൽക്കരണം സംഭവിക്കുന്നുണ്ട്. വിദ്യാഭ്യാസത്തിനുള്ള അവസരം നിഷേധിക്കുന്നത് എന്താണ്? അരികുവൽക്കരണത്തിന് എക്സാമ്പിൾ ആണ്. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. അടുത്ത ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഊരുട്ടമ്പലത്തിലെ സർക്കാർ UP വിദ്യാലയം ഇനി അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം എന്ന് അറിയപ്പെടും. നമ്മൾ 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റില് ഇതിന്റെ കാര്യം പഠിച്ചാണ്. അതായത് പഞ്ചമി എന്ന ദളിത് ബാലികയെ സ്കൂളിൽ എന്താണ് കയറ്റിയതിനെ തുടർന്ന് അവർ ആ സ്കൂള് കത്തിക്കുകയുണ്ടായി. പിന്നീട് ആ സ്കൂളിന്റെ പേര് അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം എന്നാക്കി മാറ്റി. ഇതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. പിന്നെ PYQ ക്വസ്റ്റ്യൻ ആണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന സന്ദേശം ആരുടെയാണ്?
ശ്രീനാരായണ ഗുരുവിന്റെയാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക. റിപ്പീറ്റഡ് ആണ്. അരികുവൽക്കരണത്തെ എതിർത്തവരാണ് ഈ നവോത്ഥാന നേതാക്കന്മാരൊക്കെ. അവരുടെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു, കുര്യാക്കോസ് ചാവറ ഏലിയാസ്, അതുപോലെ അയ്യ വൈകുണ്ഠസ്വാമി, ചട്ടമ്പിസ്വാമി, വക്കം, പൊയ്കെ യോഹന്നാൻ, പണ്ഡിറ്റ് KP കറുപ്പൻ, ദാക്ഷാണി വേലായുധൻ. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ജ്യോതിറാവ് ഫൂലെയും അതുപോലെ സാവിത്രിബായ് ഫൂലെ. ഇനി വരുന്ന എക്സാമിന് ക്വസ്റ്റ്യൻ ഉറപ്പാണ്, പഠിച്ചു വെക്കണം. ജാതിമത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ വിശേഷിപ്പിച്ചിരുന്ന പദമാണ് എന്ത്? ദളിത്. സാമൂഹ്യ മാറ്റത്തിന് തുടക്കം കുറിച്ച ജ്യോതിറാവ് ഫൂലെയാണ് ഈ പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. പഠിച്ചു വെക്കുക. ദളിത് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? ജ്യോതിറാവ് ഫൂലെയാണ്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, അടുത്ത എക്സാമിന് ചോദിക്കും. ദളിത് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച ആരാണ്? ജ്യോതിറാവ് ഫൂലെയാണ്. സ്ത്രീകള്, ദളിതർ എന്നിവർക്ക് വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ജ്യോതിറാവ് ഫൂലെ സ്ഥാപിച്ചു. പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. സാവിത്രിബായ് ഫൂലെ പെൺകുട്ടികൾക്ക് വേണ്ടി ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്ഥാപിച്ച പൂനെയിലെ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപികയായിരുന്നു സാവിത്രിബായ്. പിന്നെ കൃഷിക്കാർക്കും തൊഴിലാളികൾക്കും വേണ്ടി നിശ പാഠശാല സ്ഥാപിച്ചതാരാണ്? സാവിത്രിബായ് ആണ്. വിദ്യാഭ്യാസ മേഖലയിലെ ഇവരുടെ സംഭാവനകൾ പരിഗണിച്ച് പൂനെ യൂണിവേഴ്സിറ്റിയെ പിന്നീട് സാവിത്രിബായ് ഫൂലെ യൂണിവേഴ്സിറ്റി എന്ന് പുനർനാമകരണം ചെയ്തു. അവര് പൂനെയിലെ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപികയായിരുന്നു. കൃഷിക്കാർക്കും തൊഴിലാളികൾക്കും വേണ്ടി നിശ പാഠശാല സ്ഥാപിച്ചു. പിന്നെന്താണ്, പൂനെ യൂണിവേഴ്സിറ്റിയെ പിന്നീട് സാവിത്രിബായ് ഫൂലെ യൂണിവേഴ്സിറ്റി എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. ദളിത് എന്ന പദം ആദ്യമായിട്ട് ആരാണ് ഉപയോഗിച്ചത്? ജ്യോതിറാവ് ഫൂലെയാണ്. അത് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. ദളിത് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ജ്യോതിറാവ് ഫൂലെയാണ്. അടുത്തത് പെരിയാർ EV രാമസ്വാമി നായ്ക്കർ. പെരിയാർ EV രാമസ്വാമി നായ്ക്കർ സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനും. ഇത് റിപ്പീറ്റഡ് ആണ്. സ്വാഭിമാനി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരാണ്? EV രാമസ്വാമി നായ്ക്കർ ആണ്. ഇന്ത്യയിലെ പ്രധാന ജാതി വിരുദ്ധ സമര നായകരിൽ ഒരാളുമാണ്. സാമൂഹ്യ പരിഷ്കർത്താവായിട്ടുള്ള ഇദ്ദേഹം ബ്രാഹ്മണാധിപത്യത്തിലൂന്നിയുള്ള സാമൂഹ്യ വിവേചനത്തിനെതിരെ നിലകൊണ്ടു. സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി പ്രവർത്തിച്ച വ്യക്തി കൂടിയാണ് ആര്? പെരിയാർ. അപ്പൊ സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരാന്ന് പഠിച്ചു വെക്കുക. PYQ ആണ്. EV രാമസ്വാമി നായ്ക്കറാണ്. ഈ ദളിതരെ പോലെ തന്നെ അരികുവൽക്കരണം നേരിടേണ്ടി വന്ന മറ്റൊരു വിഭാഗമാണ് ഗോത്ര ജനത. ഗോത്ര മനുഷ്യരുടെ തനത് ജീവിതത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളാണ് വെറിയർ എൽവിൻ. പേരൊന്ന് പഠിച്ചു വെക്കുക. പഴയ SCERT ഒന്നും ഇല്ലാത്തതാണ്, അതുകൊണ്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇന്ത്യൻ നരവംശ ശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകിയ വ്യക്തികളിൽ ഒരാളാണ് ആരാണ്? വെറിയർ എൽവിൻ. ഗോത്ര മനുഷ്യരുടെ തനത് ജീവിതത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു. ഗോത്രവർഗ മനുഷ്യരോടുള്ള ഇന്ത്യയുടെ നയം രൂപീകരിക്കുന്നതിൽ കാര്യമായിട്ടുള്ള സ്വാധീനം ചെലുത്തിയ വ്യക്തിയാണ് ആര്? വെറിയർ എൽവിൻ. അടുത്തത് ഡോക്ടർ അയ്യപ്പൻ ആണ്. ഇമ്പോർട്ടന്റ് ആണ്. തൃശൂർ ജില്ലയിലെ പാവറട്ടറിയിൽ 1905 ഫെബ്രുവരി 5-നാണ് അയ്യപ്പൻ ജനിച്ചത്. ഇന്ത്യൻ സംസ്കാരങ്ങളെ കുറിച്ച് പഠിച്ച പ്രമുഖ നരവംശ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ അയ്യപ്പൻ. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്ന് മലിനോവ്സ്കിയുടെയും റെയ്മണ്ട് ഫിർത്തിയുടെയും കീഴില് ഗവേഷണ പഠനം പൂർത്തിയാക്കി. കേരളത്തിലെ ഈഴവ ഗോത്ര സമുദായങ്ങളെ കുറിച്ചുള്ള പഠനത്തിന് അദ്ദേഹം സംഭാവനകൾ നൽകി. ഡോക്ടർ അയ്യപ്പനും പിന്നാരാണ്? വെറിയർ എൽവിൻ. പേരൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് നഞ്ചിയമ്മ. ഇതിപ്പോ റീസെന്റ് ആയിട്ടാണ് എക്സാമിന് ചോദിച്ചിരുന്നു. നഞ്ചിയമ്മയ്ക്ക് 2020-ലാണ് മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത്. ഗോത്ര വിഭാഗത്തിൽ നിന്ന് ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ ആളാണ് നഞ്ചിയമ്മ. പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെ ഇരുള വിഭാഗത്തിൽ നിന്നാണ് നഞ്ചിയമ്മ. അവർക്കാണ് 2020-ലെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. അടുത്ത ഇവിടെ നിലമ്പൂർ ആയിഷയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ജീവിതത്തിനും അഴകിനും ഇടയിൽ എന്ന അനുഭവക്കുറിപ്പിന്റെ ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ പഠിക്കേണ്ടത് പണ്ഡിത രമാബായിയെ കുറിച്ചാണ്. ഇമ്പോർട്ടന്റ് ആണ്. 19-ാം നൂറ്റാണ്ടിൽ സ്ത്രീകളുടെ അവകാശത്തിനും ശാക്തീകരണത്തിനുമായിട്ട് പ്രവർത്തിച്ച ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ പ്രധാനപ്പെട്ട വ്യക്തിയാണ് ആര്? പണ്ഡിത രമാബായി. വിധവകളുടെ വിദ്യാഭ്യാസവും ക്ഷേമവും പ്രധാന പ്രവർത്തന മേഖലയായിരുന്നു.
ഇന്ത്യയിലെ സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ച് പഠിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു പണ്ഡിത രമാബായി. അടുത്തത് ഡോക്ടർ പുന്നൻ ലൂക്കോസും പിന്നെ കെ ജാനകി അമ്മ, രണ്ടുപേരും ഇമ്പോർട്ടന്റ് ആണ്. പഴയ SCERT ഒന്നും ഇല്ലാത്ത ഫാക്റ്റ് ആണ്, അതുകൊണ്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. ആദ്യം പുന്നൻ ലൂക്കോസ്, ഡോക്ടർ പുന്നൻ ലൂക്കോസ്. ഇന്ത്യൻ സർവകലാശാലകള് സ്ത്രീകൾക്ക് MBBS പ്രവേശനം നൽകാത്തത് കൊണ്ട് അവര് ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം കരസ്ഥമാക്കി. കേരളത്തില് വൈദ്യശാസ്ത്രത്തില് ബിരുദം നേടിയ ആദ്യത്തെ വനിത ആരാണ്? പുന്നൻ ലൂക്കോസ് ആണ്. ഡോക്ടർ പുന്നൻ ലൂക്കോസ് ആണ്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു നോക്കുക. കേരളത്തില് വൈദ്യശാസ്ത്രത്തില് ബിരുദം നേടിയ ആദ്യത്തെ വനിതയാണ് ആര്? ഡോക്ടർ പുന്നൻ ലൂക്കോസ്. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലെ ആദ്യത്തെ വനിതാ പ്രതിനിധിയായിരുന്നു ഡോക്ടർ പുന്നൻ ലൂക്കോസ്. ഈ 2 പോയിന്റും പഠിച്ചു വെക്കുക. കേരളത്തിലെ വൈദ്യശാസ്ത്രത്തില് ബിരുദം നേടിയ ആദ്യത്തെ വനിതയും പിന്നെ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലെ ആദ്യത്തെ വനിതാ പ്രതിനിധി ആരായിരുന്നു? ഡോക്ടർ പുന്നൻ ലൂക്കോസ് ആയിരുന്നു. അടുത്തത് കെ ജാനകി അമ്മാളാണ്. കേരളത്തിലെ തലശ്ശേരിയിൽ ജനിച്ച വിശ്വപ്രസിദ്ധയായ സസ്യശാസ്ത്രജ്ഞയാണ് ആര്? കെ ജാനകി അമ്മാൾ. കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം കരിമ്പ് വികസിപ്പിച്ചു. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ ആരാണ്? കെ ജാനകി അമ്മാളായിരുന്നു. 1977 രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. രണ്ടുപേരും ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. സ്ത്രീകൾക്ക് പുറമെ അതുപോലെ ട്രാൻസ്ജെൻഡേഴ്സും ലിംഗപദവി വിവേചനം അനുഭവിക്കുന്നുണ്ട്. ട്രാൻസ്ജെൻഡേഴ്സിന്റെ മൈനോറിറ്റി ഡെഫിനിഷൻ ആണ് കൊടുത്തേക്കുന്നത്. PSC പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ് അല്ല. അടുത്തത് പഠിച്ചു വെക്കണം. ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം 2016. ഭിന്നശേഷിക്കാർക്ക് വിവേചനരഹിതവും തുല്യനീതിയിലൂന്നിയതുമായിട്ടുള്ള സാമൂഹിക ജീവിതം ഉറപ്പുവരുത്താൻ നിലവിൽ വന്ന നിയമമാണ് 2016 ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം എന്നാണ് 2016. അത് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. പിന്നെ പാരാലിമ്പിക്സ് ആരംഭിച്ചത്, ഭിന്നശേഷിയുള്ള അത്ലറ്റുകൾ മത്സരിക്കുന്ന അന്താരാഷ്ട്ര കായിക മത്സരമായിട്ടുള്ള പാരാലിമ്പിക്സ് ആരംഭിച്ചതെന്നാണ് 1948. ഇമ്പോർട്ടന്റ് ആണ്, 1948. 2016 പഠിച്ചു നോക്കുക, ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായിട്ടുള്ള ഡോക്ടർ BR അംബേദ്കർ, അദ്ദേഹം ഈ ദളിതരുടെ സാമൂഹ്യ രാഷ്ട്രീയ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയാണ് ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 14 റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്, അതാണ് ആർട്ടിക്കിൾ 14. എല്ലാ പൗരന്മാർക്കും തുല്യത, ആർട്ടിക്കിൾ 14. 15 റിപ്പീറ്റഡ് PYQ ആണ്. മതം, വംശം, ജാതി, ലിംഗഭേദം, ജനിച്ച സ്ഥലം ഇവയുടെ ഒന്നും പേരിൽ വിവേചനം പാടില്ല എന്നാണ് ആർട്ടിക്കിൾ 15 വരുന്നത്. ആർട്ടിക്കിൾ 14ഉം 15ഉം റിപ്പീറ്റഡ് PYQ ആണ്, പഠിച്ചു വെക്കുക. ആർട്ടിക്കിൾ 14 നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. പിന്നെ ആർട്ടിക്കിൾ 15 ജാതി, മതം, വംശം, ലിംഗഭേദം, ജനിച്ച സ്ഥലം ഇവയുടെ പേരിൽ ഒരു വിവേചനവും പാടില്ല, അതാണ് ആർട്ടിക്കിൾ 15. അപ്പൊ ഈ ചാപ്റ്ററിൽ ഇത്രയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. പ്രസ്ഥാനവും കേരളവും 8ാമത്തെ ചാപ്റ്റർ ആണ്. അത്യാവശ്യം പോയിന്റ് ഉള്ള ചാപ്റ്റർ ആണ്. കേരള ഹിസ്റ്ററിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്റർ ആണ്, ഇമ്പോർട്ടന്റ് ആണ്. ഇനി വരുന്ന എല്ലാ എക്സാമിനും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഈ ചാപ്റ്ററിൽ പറയുന്നത് കേരളത്തിലെ ബ്രിട്ടീഷുകാരുടെ അധിനിവേശവും അതിനെതിരെ തദ്ദേശീയരായിട്ടുള്ള വിവിധ ജനവിഭാഗങ്ങൾ നടത്തിയ പ്രതിരോധമാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ആദ്യം തന്നെ ഇവിടെ തിരുവനന്തപുരത്ത് പാങ്ങോടുള്ള സൈനിക ക്യാമ്പില് സ്ഥാപിച്ചിരിക്കുന്ന ഒരു ധീര യോദ്ധാവിന്റെ പ്രതിമ ഇവിടെ നമുക്ക് പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. 1741 കുളച്ചൽ യുദ്ധത്തിൽ വെച്ച് തിരുവിതാംകൂർ സേന ഡച്ചുകാരെ പരാജയപ്പെടുത്തിയതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. കുളച്ചൽ യുദ്ധം എന്നാണ് PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. 1741 ഇത് ആരൊക്കെ തമ്മിലായിരുന്നെന്നും ചോദിക്കാറുള്ളതാണ്. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലുള്ള യുദ്ധമാണ്. ഇതിൽ ജയിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. ഡച്ചുകാര് പരാജയപ്പെട്ട യുദ്ധമായോണ്ട് ഇമ്പോർട്ടൻസ് കൊടുത്തു പഠിക്കുക. കുളച്ചൽ യുദ്ധം 1741.
ഡച്ചുകാരെ പരാജയപ്പെടുത്തിയതിന്റെ ഓർമ്മയ്ക്കായിട്ട് സ്ഥാപിച്ചിട്ടുള്ള പ്രതിമയാണ്. എവിടെയാണ്? തിരുവനന്തപുരത്ത് പാങ്ങോടാണ്. നമ്മൾ യൂറോപ്യന്മാരുടെ ഇന്ത്യയിലേക്കുള്ള ആഗമനം അതുപോലെ സംഘർഷങ്ങളും ഒക്കെ നമ്മൾ പ്രീവിയസ് പാർട്ടിലെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്താണ്. കാണാത്തവരത് കാണണം, ഇമ്പോർട്ടൻ്റ് ആണ്. വ്യത്യസ്ത യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് കച്ചവടത്തിനായിട്ട് കേരളത്തിലെത്തിയവർ നാട്ടുരാജ്യങ്ങൾ പിടിച്ചെടുത്ത് രാഷ്ട്രീയ അധികാരം സ്ഥാപിക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. കേരളത്തിൽ ആധിപത്യം ഉറപ്പിക്കാൻ യൂറോപ്യർക്കിടയിൽ നടന്ന മത്സരത്തിൽ മേൽക്കൈ ലഭിച്ചതാർക്കാണ്? ബ്രിട്ടീഷുകാർക്കാണ്. യൂറോപ്യരുടെ ആഗമന കാലത്ത് കേരളത്തിൽ വിവിധ നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് മലബാർ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലും കൊച്ചി, തിരുവിതാംകൂർ എന്നീ നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചുകൊണ്ടുള്ള രാജഭരണത്തിന് കീഴിലുമാണ് നിലനിന്നിരുന്നത്. പഠിച്ചു വെക്കുക. ഇത് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണം. മലബാർ പ്രദേശം PSC ചോദിച്ചിട്ടുള്ളതാണ്. മലബാർ പ്രദേശം ബ്രിട്ടീഷുകാരുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായിരുന്നു. ചോദിച്ചിട്ടുണ്ട്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലുള്ള പ്രദേശം ഏതാണ്? മലബാർ ആണ്. കൊച്ചിയും തിരുവിതാംകൂറും രാജഭരണത്തിന്റെ കീഴിലുമായിരുന്നു. ഇനി ഇവിടെ പറയുന്നത് കേരളത്തിൽ ആരൊക്കെയാണ് ബ്രിട്ടീഷുകാരോട് ആദ്യം പോരാടിയത്, അതിന്റെ കാരണങ്ങൾ, അതിന്റെ അനന്തര ഫലങ്ങൾ എന്തൊക്കെയാന്നൊക്കെയാണ് പറയുന്നത്. ഇത് പഠിച്ചു വെക്കണം. പുരളിമലയിലെ പൂമരങ്ങൾ ആരുടെയാണ്? T. കുഞ്ഞിരാമൻ നായരുടെയാണ്. T. കുഞ്ഞിരാമൻ നായരുടെ പുരളിമലയിലെ പൂമരങ്ങൾ എന്ന കവിതയിലെ ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കേരളത്തില് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ കേരളവർമ്മ പഴശ്ശിരാജയെ കുറിച്ചാണ് ഇതില് പറഞ്ഞിരിക്കുന്നത്. ഈ ലൈൻസ് ഒന്ന് നോട്ട് ചെയ്തു വെക്കുക, PSC ചോദിക്കാറുണ്ട്. വടക്കേ മലബാറിലെ കോട്ടയം രാജകുടുംബമായിരുന്നു ആര്? കേരളവർമ്മ പഴശ്ശിരാജ. ആദ്യകാലത്ത് മൈസൂർ ഭരണാധികാരികൾക്കെതിരെ മലബാറിൽ അദ്ദേഹം ബ്രിട്ടീഷുകാരെ സഹായിച്ചിരുന്നു പഴശ്ശിരാജ. ഇതിനു പകരമായിട്ട് കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം പഴശ്ശിരാജയ്ക്ക് നൽകാമെന്ന് വ്യവസ്ഥയുണ്ടാക്കി. എന്നാൽ ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം മലബാർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധീനതയിലായതോടെ സ്ഥിതി മാറി. കോട്ടയത്തെ നികുതി പിരിക്കാനുള്ള അധികാരം ബ്രിട്ടീഷുകാര് പഴശ്ശിയുടെ അമ്മാവനായിട്ടുള്ള കുറുമ്പ്രനാട് രാജാവ് വീരവർമ്മയ്ക്കാണ് നൽകിയത്. പഴശ്ശിരാജയ്ക്ക് കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം നൽകാമെന്ന് ബ്രിട്ടീഷുകാര് വ്യവസ്ഥയുണ്ടാക്കിയിരുന്നു. എന്നാൽ എന്താണ്? ശ്രീരംഗപട്ടണം ഉടമ്പടിക്ക് ശേഷം അവരത് പാലിച്ചില്ല. നികുതി പിരിക്കാനുള്ള അധികാരം പഴശ്ശിയുടെ അമ്മാവനായിട്ടുള്ള കുറുമ്പനാട് രാജാവ് വീരവർമ്മയാണ് ഏൽപ്പിച്ചത്. ഈ അവഗണനയ്ക്കെതിരെ പ്രതിഷേധിച്ച പഴശ്ശിരാജ പുതിയ ഭരണാധികാരികൾക്ക് നികുതി കൊടുക്കേണ്ടതില്ലെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഇതോടെ പഴശ്ശിക്കും ബ്രിട്ടീഷുകാർക്കും ഇടയിൽ സംഘർഷം ഉടലെടുത്തു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ പഴശ്ശി കൈക്കൊണ്ട പ്രതിരോധ തന്ത്രങ്ങളാണ് ഇനി പറയുന്നത്. അദ്ദേഹം താവളം വയനാട്ടിലേക്ക് മാറ്റി. പിന്നെ തദ്ദേശീയ ജനവിഭാഗങ്ങളെ കൂട്ടിച്ചേർത്തു ഒളിപ്പോര് നടത്തി. കുറിച്യർ നായകനായിട്ടുള്ള തലക്കൽ ചന്തു, നായർ പടയെ നയിച്ച എടച്ചേന കുങ്കൻ, കൈതേരി അമ്പു, കണ്ണവത്ത് ശങ്കരൻ, അതുപോലെ പള്ളൂർ എമ്മൻ. ഈ പേരൊക്കെ പഠിക്കണം. ഇത് പഴയ SCERT ഇല്ല. പള്ളൂർ എമ്മൻ എന്നിവര് പഴശ്ശിക്ക് ശക്തമായിട്ടുള്ള സൈനിക പിൻബലം നൽകി. ആരൊക്കെയാണ്? കുറിച്യർ നായകൻ തലക്കൽ ചന്തു, പിന്നെ നായർ പടയെ നയിച്ച എടച്ചേന കുങ്കൻ, കൈതേരി അമ്പു, കണ്ണവത്ത് ശങ്കരൻ, പള്ളൂർ എമ്മൻ. ഇവരൊക്കെയായിരുന്നു പഴശ്ശിയുടെ ശക്തമായിട്ടുള്ള സൈനിക പിൻബലം. ഈ ബോക്സിലെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. ശ്രീരംഗപട്ടണം ഉടമ്പടി PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ശ്രീരംഗപട്ടണം ഉടമ്പടി. മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തില് നമ്മൾ ആംഗ്ലോ മൈസൂർ യുദ്ധമൊക്കെ പ്രീവിയസ് ചാപ്റ്ററിൽ പറഞ്ഞതാണ്. ഇതില് മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തില് മൈസൂര് പരാജയപ്പെട്ടു. തുടർന്ന് 1792 മാർച്ച് 18 പഠിച്ചു വെക്കുക. 1792 മാർച്ച് 18
മൈസൂർ ഭരണാധികാരിയായ ടിപ്പു സുൽത്താനും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. 1792 മാർച്ച് 18-നാണ്. ഉടമ്പടി പ്രകാരം ടിപ്പുവിന്റെ അധീനതയിലായിരുന്ന മലബാർ, കൂർഗ് എന്നീ പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. ബ്രിട്ടീഷുകാർക്ക് മലബാർ, കൂർഗ് എന്നീ പ്രദേശങ്ങൾ ലഭിക്കാനിടയായ സന്ധി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ്. 1792 മാർച്ച് 18-നാണ്. വനങ്ങളും മലയിടുക്കുകളും നിറഞ്ഞ വയനാട്ടിൽ ജനങ്ങളുടെ പിന്തുണയോടെ പ്രതിരോധം തീർത്ത പഴശ്ശിയെ കീഴടക്കുക എളുപ്പമല്ലെന്ന് ബ്രിട്ടീഷുകാർ മനസ്സിലാക്കി. അദ്ദേഹത്തിനെതിരെ ബഹുവിധ നടപടികളാണ് കൈക്കൊണ്ടത്. പഴശ്ശിരാജയ്ക്കെതിരെ ബ്രിട്ടീഷുകാർ നടത്തിയ എന്തൊക്കെയാണ്? തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ സൈനിക താവളങ്ങൾ ഒരുക്കി, പിന്നെ പുതിയ റോഡ് നിർമ്മിച്ചു, അതുപോലെ തന്നെ വയനാട്ടിലേക്ക് അരി എത്തിക്കുന്നതൊക്കെ തടഞ്ഞു, കലാപത്തിൽ പങ്കെടുക്കുന്നവരെ പിടിച്ചു കൊടുക്കുന്നവർക്ക് പാരിതോഷികം ഒക്കെ പ്രഖ്യാപിച്ചു. പഴശ്ശിരാജാവും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള സംഘർഷമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഉരളിമലയിലെ പൂമരങ്ങൾ ആരുടെയാന്ന് പഠിക്കണം. പി കുഞ്ഞിരാമൻ നായരുടെയാണ്. കോട്ടയം പ്രദേശത്ത് നികുതി പിരിക്കാനുള്ള അധികാരം പഴശ്ശിക്ക് നൽകാമെന്ന് ബ്രിട്ടീഷുകാരോട് വ്യവസ്ഥ ഉണ്ടാക്കിയായി. എന്നാൽ ബ്രിട്ടീഷുകാർ അത് നടപ്പിലാക്കിയില്ല. അവര് നികുതി പിരിക്കാനുള്ള അധികാരം നൽകിയത് പഴശ്ശിരാജയുടെ അമ്മാവനായിട്ടുള്ള കുറുമ്പനാട് രാജാവ് വീരവർമ്മയ്ക്കാണ് നൽകിയത്. അങ്ങനെയാണ് ബ്രിട്ടീഷുകാരും പഴശ്ശിരാജയും തമ്മിൽ ഏറ്റുന്നത്. പിന്നെ പഴശ്ശിരാജ എന്തൊക്കെയാണ് ചെയ്തത്? താവളം വയനാട്ടിലേക്ക് മാറ്റി, അതുപോലെ ദേശീയ ജനവിഭാഗങ്ങളെ കൂട്ടിച്ചേർത്ത് ഒളിപ്പോരൊക്കെ നടത്തി. പിന്നെ ശ്രീരംഗപട്ടണം ഉടമ്പടി പഠിക്കണം. 1792 മാർച്ച് 18-നാണ്. പഴശ്ശിയുടെ സൈനിക പിൻബലം ആരൊക്കെയായിരുന്നു? കുറിച്യ നായകനായിട്ടുള്ള തലക്കൽ ചന്തു, പിന്നെ നായർ പടയുടെ നേതാവ് എടച്ചേന കുങ്കൻ, കൈതേരി അമ്പു, കണ്ണവത്ത് ശങ്കരൻ, പിന്നെ പള്ളൂർ എമ്മൻ, ഇവരൊക്കെയായിരുന്നു. പിന്നെ പഴശ്ശിരാജക്കെതിരെ ബ്രിട്ടീഷുകാർ എന്തൊക്കെയാണ്? അവര് തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ സൈനിക താവളം ഒരുക്കി, പുതിയ റോഡ് നിർമ്മിച്ചു, അതുപോലെ വയനാട്ടിലേക്ക് അരി എത്തിക്കുന്നത് തടഞ്ഞു, കലാപത്തിൽ പങ്കെടുക്കുന്നവരെ പിടിച്ചു കൊടുക്കുന്നവർക്ക് പാരിതോഷികമൊക്കെ ബ്രിട്ടീഷുകാർ പ്രഖ്യാപിച്ചു. പാരിതോഷികം എത്രയാണെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കമ്പനി ഭരണത്തിന് പ്രതിസന്ധി ഉണ്ടാക്കിയ പഴശ്ശിരാജയെ നേരിടാൻ പ്രഗത്ഭരായ സൈന്യാധിപരെ നിയോഗിച്ചെങ്കിലും ഫലമുണ്ടായില്ല. തലശ്ശേരിയിലെ സബ് കളക്ടറായിരുന്ന തോമസ് ഹാർവേ ബാബർ. തലശ്ശേരിയിലെ സബ് കളക്ടർ ആരായിരുന്നു? പഠിച്ചു വെക്കണം. തോമസ് ഹാർവേ ബാബർ. അദ്ദേഹം പഴശ്ശിയുടെ ശക്തിയായിരുന്ന സേനാ നായകരെ വധിച്ചും താവളങ്ങൾ കണ്ടെത്തിയും പഴശ്ശിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയത് ആരാണ്? തലശ്ശേരിയിലെ സബ് കളക്ടർ ആയിരുന്ന തോമസ് ഹാർവേ ബാബറാണ്. 1805 നവംബർ 30-ന് വയനാട്ടിലെ മാവിലാംതോട് 1805 നവംബർ 30-ന് വയനാട്ടിലെ മാവിലാംതോട് എന്ന സ്ഥലത്ത് വെച്ച് കമ്പനി സൈന്യത്തോടുള്ള ഏറ്റുമുട്ടലില് പഴശ്ശിരാജ വീരമൃത്യു വരിക്കുകയാണ് ചെയ്തത്. എന്നാണ് അദ്ദേഹം മരണപ്പെട്ടതെന്ന് പഠിച്ചു വെക്കണം. PYQ ആണ്. 1805 നവംബർ 30-നാണ്. തലശ്ശേരിയിലെ സബ് കളക്ടർ ആരാന്നും പഠിക്കണം. തോമസ് ഹാർവേ ബാബർ. അതുപോലെ തന്നെ കോട്ട് പഠിക്കണം. ആരെക്കുറിച്ചാണെന്നും ഇതാര് പറഞ്ഞതാണെന്നും പഠിക്കണം. PSC അങ്ങനെ ചോദിക്കാറുണ്ട്. അയാൾ ഒരു കലാപകാരിയാണെങ്കിലും ഈ രാജ്യത്തെ പ്രകൃത്യാ നിലവിലുള്ള നാടുവാഴികൾ ഒരാളെന്ന നിലയിൽ നിലം പതിച്ച ശത്രുവിനോട് കാണിക്കാറുള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ട് അയാളെ പരിഗണിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നി. പഴശ്ശിയുടെ ശരീരം ഔദ്യോഗിക ബഹുമതികളോടെ മാനന്തവാടിയിലാണ് സംസ്കരിച്ചത്. മലബാർ പ്രിൻസിപ്പൽ കളക്ടർ തോമസ് വാർഡന് ബാബർ എഴുതിയ കത്തിന്റെ ഒരു ഭാഗമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. പഴശ്ശിരാജയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി പറയുന്നത് വേലുത്തമ്പി ദളവയും ബ്രിട്ടീഷുകാരും തമ്മിലുള്ളതാണ്. 18-ാം നൂറ്റാണ്ടിൽ ആറ്റിങ്ങലിൽ നടന്ന ബ്രിട്ടീഷ് വിരുദ്ധ സമരവും കുളച്ചൽ തുറമുഖത്ത് ഡച്ചുകാർ പരാജയപ്പെടുന്നതും നമ്മൾ മുൻ പാഠഭാഗങ്ങളിൽ പഠിച്ചതാണ്. ആറ്റിങ്ങൽ കലാപം എന്നായിരുന്നു? 1721 ഡച്ചുകാരുമായിട്ട് കുളച്ചൽ യുദ്ധം എന്നായിരുന്നു? 1741. രണ്ടിന്റെ വർഷം ഇമ്പോർട്ടന്റ് ആണ്. തിരുവിതാംകൂർ ചരിത്രത്തിലെ നിർണായകമായ ഈ രണ്ട് സംഭവങ്ങൾക്ക് ശേഷം ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന മറ്റൊരു ചെറുത്തുനിൽപ്പാണ് നമ്മളിനി പറയുന്നത്. വേലുത്തമ്പി ദളവയായിട്ട് നടന്നതാണ്.
തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ബാലരാമവർമ്മ മഹാരാജാവിന്റെ ദളവ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയായിരുന്നു ആര്? വേലുത്തമ്പി ദളവ. അത് പഠിച്ചു വെക്കണം. ആരുടെ ദളവയായിരുന്നു? തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ബാലരാമവർമ്മ മഹാരാജാവിന്റെ ദളവയായിരുന്നു വേലുത്തമ്പി. 1805 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തിരുവിതാംകൂർ രാജാവും തമ്മിൽ ഒപ്പിട്ട ഒരു കരാറിലൂടെ തിരുവിതാംകൂറിന്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഇല്ലാതാകുകയും ഭരണം ബ്രിട്ടീഷ് റെസിഡന്റായിട്ടുള്ള മെക്കാളയുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു. 1805 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തിരുവിതാംകൂർ രാജാവും തമ്മിൽ ഒപ്പിട്ട ഒരു കരാറിലൂടെ തിരുവിതാംകൂറിന്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഇല്ലാതാകുകയും ബ്രിട്ടീഷ് റെസിഡന്റായിട്ടുള്ള മെക്കാളയുടെ കീഴിലാവുകയും ചെയ്തു തിരുവിതാംകൂർ. ഇതോടൊപ്പം ദളവയായിരുന്ന വേലുത്തമ്പിയുടെ ഉത്തരവൊക്കെ ഈ മെക്കാളെ റദ്ദാക്കുകയും കമ്പനിക്ക് നൽകാനുള്ള നികുതി കുടിശ്ശിക ഉടൻ അടച്ചു തീർക്കാൻ നിർബന്ധം പിടിച്ചതും ആണ് ഈ വേലുത്തമ്പിയും ബ്രിട്ടീഷുകാരുമായിട്ടുള്ള സംഘർഷത്തിന് കാരണം. കൊച്ചിയിലെ പ്രധാനമന്ത്രിയായിരുന്ന പാലിയത്തച്ഛനും കൊച്ചിയിലെ പ്രധാനമന്ത്രിയായിരുന്നു ആര്? പാലിയത്തച്ഛൻ. ഈ സെയിം അനുഭവം മെക്കാളയിൽ നിന്ന് പാലിയത്തച്ഛനും നേരിട്ടു. തുടർന്ന് വേലുത്തമ്പിയും പാലിയത്തച്ഛനുമായിട്ട് രഹസ്യ ധാരണയിൽ ഏർപ്പെടുകയും തിരുവിതാംകൂറിന്റെയും കൊച്ചിയുടെയും സംയുക്ത സൈന്യം കൊച്ചിയിലെ മെക്കാളയുടെ ക്യാമ്പ് ആക്രമിക്കുകയും ചെയ്തു. എന്നാൽ ഈ ആക്രമണത്തിൽ നിന്ന് മെക്കാളെ രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. അടുത്തത് കുണ്ടറ വിളംബരമാണ്. PSC ചോദിക്കുന്നതാണ് റിപ്പീറ്റഡ് ആയിട്ട്. എന്നാണ്? 1809 ജനുവരി 11 തിരുവിതാംകൂറിലെ കുണ്ടറയിൽ വെച്ച് ഒരു വിളംബരത്തിലൂടെ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ സായുധ സമരത്തിനൊരുങ്ങാൻ വേലുത്തമ്പി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഈ വിളംബരമാണ് കുണ്ടറ വിളംബരം. വേലുത്തമ്പി ദളവയുടെയാണ് കുണ്ടറ വിളംബരം. എന്നായിരുന്നു വിളംബരം? 1809 ജനുവരി 11 തിരുവിതാംകൂർ രാജാവിന് ദളവയുടെ ഇത്തരം നീക്കങ്ങൾ ഇഷ്ടമായിരുന്നില്ലെങ്കിലും നാട്ടുകാരെ തന്റെ കൂടെ നിർത്തിക്കൊണ്ട് വേലുത്തമ്പി ബ്രിട്ടീഷുകാരോട് പോരാട്ടം തുടർന്നു. കമ്പനി സൈന്യത്തോട് പരാജയപ്പെടുകയും സഹചാരിയായ പാലിയത്തച്ഛൻ സഖ്യത്തിൽ നിന്ന് പിന്മാറിയതും ദളവയ്ക്ക് തിരിച്ചടിയായി. അദ്ദേഹത്തെ ദളവ പദവിയിൽ നിന്ന് രാജാവ് നീക്കം ചെയ്തു. തിരുവിതാംകൂറിന്റെയും കമ്പനിയുടെയും സംയുക്ത സൈന്യം വേലുത്തമ്പി അഭയം നേടിയ മണ്ണടിയിലെ ഭവനം വളഞ്ഞപ്പോൾ വിദേശ ശക്തിക്ക് പിടികൊടുക്കാതെ അദ്ദേഹം മരണം വരിക്കുകയാണ് ചെയ്തത്. മണ്ണടിയിൽ വെച്ചാണ്. കുണ്ടറ വിളംബരത്തെ കുറിച്ചാണ് ബോക്സിൽ കൊടുത്തത്. തിരുവിതാംകൂറിനെ സംരക്ഷിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ബ്രിട്ടീഷുകാർ നാടിനെ കൊള്ളയടിക്കുകയാണെന്നും ഇവര് തുടർന്ന നാട് നശിക്കുമെന്നും ഇവർക്കെതിരെ രാജഭക്തരും ദേശസ്നേഹികളും ആയുധമെടുത്ത് പോരാട്ടത്തിന് തയ്യാറാകണം എന്നുമാണ് ഈ വിളംബരത്തിലൂടെ തിരുവിതാംകൂറിന്റെ ദളവയായിട്ടുള്ള വേലുത്തമ്പി ആഹ്വാനം ചെയ്തത്. കുണ്ടറ വിളംബരം എന്നായിരുന്നു? 1809 ജനുവരി 11 പഠിച്ചു വെക്കണം. ഇമ്പോർട്ടന്റ് ആണ്. ആറ്റിങ്ങൽ കലാപം 1721 അതുപോലെ കുളച്ചൽ യുദ്ധം 1741 വേലുത്തമ്പി ദളവയും മെക്കാളയും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ കൊച്ചിയിലെ പ്രധാനമന്ത്രിയായിരുന്നു പാലിയത്തച്ഛൻ. കുണ്ടറ വിളംബരം പഠിക്കണം. 1809 ജനുവരി 11 അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത് മണ്ണടിയിൽ വെച്ചാണ്. അത് നോട്ട് ചെയ്ത് വെക്കുക. കൊച്ചിയും പാലിയത്തച്ഛനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കൊച്ചിയിലെ പ്രധാനമന്ത്രിയായിരുന്ന പാലിയത്തച്ഛൻ തിരുവിതാംകൂറുമായിട്ട് സഖ്യം രൂപീകരിച്ചെന്ന് നമ്മൾ പറഞ്ഞു. എന്തൊക്കെ സാഹചര്യങ്ങളായിരുന്നു അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പ്രേരിപ്പിച്ച? പാലിയത്തച്ഛന് എന്തൊക്കെയായിരുന്നു? ബ്രിട്ടീഷ് റെസിഡന്റ് ആയിട്ടുള്ള മെക്കാളെ കൊച്ചിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നത് പാലിയത്തച്ഛൻ എതിർത്തിരുന്നു. അതോടൊപ്പം പാലിയത്തച്ഛന്റെ ശത്രുവിന് മെക്കാളെ അഭയം നൽകിയതും പ്രശ്നം രൂക്ഷമായി. തുടർന്നാണ് തിരുവിതാംകൂറിലെ ദളവയായിട്ടുള്ള വേലുത്തമ്പിയുമായിട്ട് ചേർന്ന് പാലിയത്തച്ഛൻ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം ആരംഭിച്ചത്. എന്തൊക്കെ കൊണ്ടായിരുന്നു? മെക്കാളെ കൊച്ചിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടു. അതുപോലെ പാലിയത്തച്ഛന്റെ ശത്രുവായിട്ടുള്ള ആളെ മെക്കാളെ അഭയം നൽകിയതൊക്കെയായിരുന്നു കാരണം. ബ്രിട്ടീഷുകാരോട് ശക്തമായിട്ട് ചെറുത്തു നിന്നെങ്കിലും ഒടുവിൽ അദ്ദേഹത്തെ ബ്രിട്ടീഷുകാര് എങ്ങോട്ടാണ് നാട് കടത്തിയെന്ന് പഠിക്കണം. മദിരാശിയിലേക്കാണ്. മദിരാശിയിലേക്ക് പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാര് നാട് കടത്തി. പാലിയത്തച്ഛനെ കുറിച്ച് ബോക്സിൽ പറഞ്ഞിട്ടുണ്ട്.
കൊച്ചി രാജ്യത്തെ പാലിയം എന്ന നായർ തറവാട്ടിലെ കാരണവന്മാരെയാണ് പാലിയത്തച്ഛൻ എന്ന് വിളിച്ചിരുന്നത്. പാലിയത്തച്ഛന്മാർ കൊച്ചി രാജ്യത്തിലെ മന്ത്രിമുഖ്യൻ അഥവാ പ്രധാനമന്ത്രി എന്ന സ്ഥാനം വഹിച്ചു പോന്നു. അടുത്തത് കുറിച്യർ കലാപമാണ്. ഇതെല്ലാം ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നതാണ്. കുറിച്യർ കലാപം. വയനാട്ടിലെ ഗോത്ര വിഭാഗങ്ങളാണ് കുറിച്യരും കുറുമ്പരും. കലാപത്തിൽ പഴശ്ശിയെ സഹായിച്ചിരുന്ന ഇവരെ പിന്നീട് ബ്രിട്ടീഷുകാര് ശത്രുക്കളായിട്ടാണ് കണ്ടിരുന്നത്. ഈ കുറിച്യരും കുറുമ്പരും പഴശ്ശിരാജയെ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധത്തിൽ സഹായിച്ചിരുന്നു. പഴശ്ശിയുടെ മരണത്തിന് ശേഷം ബ്രിട്ടീഷുകാർക്ക് ഇവര് ശത്രുക്കളായിരുന്നു. ഇവരെ പിന്നീട് ബ്രിട്ടീഷുകാര് ശത്രുക്കളായിട്ടാണ് കണ്ടത്. എന്തൊക്കെ നടപടികളാണ് കുറിച്യരോടും കുറുമ്പരോടും ബ്രിട്ടീഷുകാർ സ്വീകരിച്ചത് എങ്ങനെയൊക്കെയാണെന്ന് പഠിച്ചു വെക്കണം. ഗോത്ര ജനതയുടെ തുണ്ടുഭൂമികൾ അവരുടെ ഭൂമികൾ പിടിച്ചെടുത്തു. പിന്നെ പരമ്പരാഗത രീതിയിൽ കൃഷി രീതികൾ തുടരാൻ അനുവദിച്ചില്ല. നികുതിയായി സാധനങ്ങൾക്ക് പകരം പണം തന്നെ അവര് ആവശ്യപ്പെട്ടു. 1812 പഠിച്ചു വെക്കണം. കുറിച്യർ കലാപം ആരംഭിച്ചത് 1812 വയനാട്ടിലേക്കുള്ള പാതകളുടെ നിയന്ത്രണം കൈക്കലാക്കിയതും പ്രാദേശിക സഹായങ്ങൾ നേടിയെടുത്തും ബ്രിട്ടീഷുകാർക്കെതിരെ ഗോത്ര ജനത പോരാടി. കുറിച്യർ കലാപത്തിന്റെ നേതാവ് ആരായിരുന്നു? രാമനമ്പി അഥവാ രാമമൂപ്പൻ ആയിരുന്നു. സുൽത്താൻ ബത്തേരിയിലും മാനന്തവാടിയിലും ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് സൈന്യത്തെ അവര് നേരിട്ട് ആക്രമിച്ചു. എന്നാൽ കൂടുതൽ പട്ടാളക്കാരെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നെത്തിച്ച് കുറിച്യർ കലാപം ബ്രിട്ടീഷുകാര് അടിച്ചമർത്തി. കുറിച്യർ കലാപം എന്നായിരുന്നു? 1812 നേതാവ് രാമനമ്പി ആയിരുന്നു. കുറിച്യർ കലാപം കഴിഞ്ഞു. ഇനി അടുത്ത നോക്കാം. അടുത്ത ഇവിടെ പറഞ്ഞിരിക്കുന്നത് കർഷക അസംതൃപ്തിയും കലാപത്തിലേക്ക് എത്തുന്നു. 1836 മുതൽ 1853 വരെയുള്ള 18 വർഷങ്ങൾക്കിടയിൽ മലബാറില് 22ഓളം ശക്തമായിട്ടുള്ള കലാപങ്ങൾ നടന്നിരുന്നു. 1836 1853 ഇടയ്ക്ക് എത്രയാണ്? മലബാറിൽ 22ഓളം ശക്തമായിട്ടുള്ള കലാപങ്ങൾ നടന്നിരുന്നു. 19-ാം നൂറ്റാണ്ടിൽ കലാപങ്ങളിലെ ഒരു പരമ്പര തന്നെ മലബാറിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായി. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നികുതി നയങ്ങളും ജന്മിമാരുടെ ചൂഷണവും കുടിയൊഴിക്കലുമൊക്കെയാണ് കലാപങ്ങൾക്ക് കാരണം. മലബാർ ഡിസ്ട്രിക്ട് കളക്ടറായിരുന്ന വില്യം ലോഗന്റെ അന്വേഷണ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചൂഷകരായ ജന്മിമാർക്കും ബ്രിട്ടീഷ് സർക്കാരിനുമെതിരെ കർഷകരുടെ പ്രതിഷേധവും ആക്രമണവും ഉണ്ടായി. ഇതിൽ പങ്കെടുത്തവരിൽ ഭൂരിഭാഗവും തെക്കേ മലബാറിലെ മാപ്പിള കർഷകരായിരുന്നതുകൊണ്ട് ബ്രിട്ടീഷ് അധികാരികളും സാമ്രാജ്യത്വ ചരിത്രകാരും ഈ കലാപങ്ങളെ മാപ്പിള ലഹളകൾ എന്നാണ് വിശേഷിപ്പിച്ചത്. അതുപോലെ മലബാർ മാനുവൽ ആടെയാണ്? വില്യം ലോഗന്റെയാണ്. പഠിച്ചു വെക്കണം. മലബാർ മാനുവൽ ആരെയാണ്? വില്യം ലോഗന്റെയാണ്. അതുപോലെ ജാതി കുമ്മി ആരുടെയാണ്? പണ്ഡിറ്റ് KP കറുപ്പന്റെ PVQ ആണ്. അതിലെ വരികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. PSC ചോദിക്കും, ഇമ്പോർട്ടന്റ് ആണ്. ജാതി കുമ്മി ആരുടെയാണ്? പണ്ഡിറ്റ് KP കറുപ്പന്റെയാണ്. അടുത്തത് സമൂഹത്തിൽ അന്ന് നിലനിന്നിരുന്ന യുക്തിരഹിതമായ അനാചാരം അവർക്കെതിരെ പോരാടിയവരാണ് സാമൂഹിക പരിഷ്കർത്താക്കൾ. ആധുനിക വിദ്യാഭ്യാസത്തിന്റെ പ്രചാരവും നവോത്ഥാന ചിന്തയുമെല്ലാം ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് പിൻബലമേകി. നിരവധി സാമൂഹിക പരിഷ്കർത്താക്കൾക്ക് നമ്മുടെ നാട് ജന്മം നടത്തിയിട്ടുണ്ട്. ഇനി പറയുന്നത് സാമൂഹിക പരിഷ്കർത്താക്കളും അവരുടെ പ്രധാന പ്രവർത്തനങ്ങളുമാണ്. ഇമ്പോർട്ടന്റ് ആണ്. PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ആദ്യം വൈകുണ്ഠസ്വാമികൾ. കേരളത്തിലെ ആദ്യകാല സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു ആര്? വൈകുണ്ഠസ്വാമികൾ. വിഗ്രഹ ആരാധനയുടെ യുക്തിരാഹിത്യം വെളിപ്പെടുത്തിക്കൊണ്ട് ദക്ഷിണേന്ത്യയിൽ PVQ ആണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. ഇമ്പോർട്ടന്റ് ആണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമിയാണ്. അടുത്തത് ശ്രീനാരായണ ഗുരുവാണ്. വെരി ഇമ്പോർട്ടന്റ്. കേരളത്തിൽ സാമൂഹിക മാറ്റത്തിന് വേണ്ടി പ്രവർത്തിച്ച പരിഷ്കർത്താക്കളിൽ പ്രഥമ സ്ഥാനീയനാണ് ആര്? ശ്രീനാരായണ ഗുരു. അന്ധവിശ്വാസങ്ങൾക്കും ജാതി വിവേചനങ്ങൾക്കും എതിരെ പോരാടി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ ഇതാരുടെയാന്ന് ചോദിച്ചിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു പറഞ്ഞതാണ്. അരുവിപ്പുറത്ത് അതുപോലെ ശിവപ്രതിഷ്ഠ നടത്തി. അതും ചോദിച്ചിട്ടുണ്ട്. അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. പിന്നെ ജാതിഭേദവും മതദ്വേഷവും ഇല്ലാത്ത ഏവരും സാഹോദര്യത്തോടെ കഴിയുന്ന മാതൃകാ സ്ഥാനമെന്ന് ഈ ക്ഷേത്രത്തെ വിശേഷിപ്പിക്കുകയും
ചെയ്തു അരുവിപ്പുറത്തെ. സഹോദരൻ അയ്യപ്പൻ, മഹാകവി കുമാരനാശാൻ, ഡോക്ടർ പി. പൽപു, ടി. കെ. മാധവൻ തുടങ്ങിയ പരിഷ്കർത്താക്കളെ അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ സ്വാധീനിച്ചു. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം SNDP സ്ഥാപിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന കുര്യാക്കോസ് ഏലിയാസ് ചാവറയെ കുറിച്ചാണ്. സാമൂഹ്യ പരിഷ്കർത്താവും വിദ്യാഭ്യാസ പ്രവർത്തകനുമായിരുന്നു. അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് വേണ്ടി അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും കുര്യാക്കോസ് ഏലിയാസ് ചാവറ സ്ഥാപിച്ചു. പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് ചട്ടമ്പി സ്വാമിയാണ്. ജാതി വ്യവസ്ഥയും യുക്തിരഹിതമായ ആചാരങ്ങളെയും എതിർത്തു. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും വിലപ്പെട്ട സംഭാവനകളായിരുന്നു അദ്ദേഹത്തിന്റെ രചനകൾ. അടുത്ത ഇവിടെ അയ്യങ്കാളിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കും ആത്മാഭിമാനത്തിനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനും അതുപോലെ വിദ്യാഭ്യാസത്തിനും പോരാടി. പിന്നെ വില്ലുവണ്ടി സമരം, അതുപോലെ കല്ലുമാല സമരം എന്നിവ അദ്ദേഹം നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട സമരങ്ങൾ ആയിരുന്നു. പ്രസ്ഥാനം ഏതാണ്? സാധുജന പരിപാലന സംഘമാണ്. PVQ ആണ്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണ്? അയ്യങ്കാളിയാണ്. പിന്നെ പറഞ്ഞിരിക്കുന്ന വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ കുറിച്ചാണ്. മുസ്ലിം സമുദായത്തിന്റെ സാംസ്കാരിക നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചു. രാജവാഴ്ചയുടെ പൊള്ളത്തരങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ സ്വദേശാഭിമാനി പത്രം ആരംഭിച്ച ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അദ്ദേഹത്തിന്റെ പ്രസ്ഥാനമാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. ഇതും PVQ ആണ്. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ ആടെയാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെയാണ്. അടുത്തത് മന്നത്ത് പത്മനാഭനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നായർ സമുദായത്തിന്റെ സാമൂഹ്യ മുന്നേറ്റത്തിനും വിദ്യാഭ്യാസ പുരോഗതിക്കും വേണ്ടി പ്രവർത്തിച്ചു. കേരളത്തിൽ പൗരാവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള സമരങ്ങൾ നയിച്ചു. NSS സ്ഥാപിച്ചത് മന്നത്ത് പത്മനാഭനാണ്. അടുത്തത് പൊയ്കയിൽ യോഹന്നാനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ജാതീയത, അടിമത്തം തുടങ്ങി സാമൂഹ്യ തിന്മകൾക്കെതിരെ പോരാടി. അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം ഏതാണ്? പ്രത്യക്ഷരക്ഷാ ദൈവസഭ. PVQ ആണ്. പ്രത്യക്ഷരക്ഷാ ദൈവസഭ ആരുടെയാണ്? പൊയ്കയിൽ യോഹന്നാന്റെയാണ്. അടുത്തത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. കവിയും നാടകൃത്തുമായ അദ്ദേഹം പിന്നാക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചു. ഇദ്ദേഹത്തിന്റെയാണ് ജാതിക്കുമ്മി നമ്മൾ പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം ഏതാണ്? അരയ സമാജമാണ്. ഇതും PVQ ആണ്. അരയ സമാജം ആരുടെയാണ്? പണ്ഡിറ്റ് KP കറുപ്പന്റെയാണ്. അടുത്തത് VT ഭട്ടതിരിപ്പാടാണ്. നമ്പൂതിരി സമുദായ പരിഷ്കർത്താവാണ്. സാമൂഹിക പ്രവർത്തകനാണ്. അതുപോലെ എഴുത്തുകാരൻ എന്നീ നിലകളിൽ അറിയപ്പെട്ടു. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ നാടകം റിപ്പീറ്റഡ് PVQ ആണ്. അടുക്കളയിൽ നിന്ന് അരങ്ങിലേക്ക്. പഠിച്ചു വെക്കണം. അടുക്കളയിൽ നിന്ന് അരങ്ങിലേക്ക് എന്ന നാടകം ആടെയാണ്? VT ഭട്ടതിരിപ്പാടിന്റെയാണ്. അടുത്ത പറഞ്ഞിരിക്കുന്ന വാഗ്ഭടാനന്ദനെ കുറിച്ചാണ്. യുക്തിയിൽ അധിഷ്ഠിതമായ വിമർശന ചിന്തയെ പ്രോത്സാഹിപ്പിച്ചു. ആചാരങ്ങളെ കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കാൻ ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം ഏതാണ്? ആത്മവിദ്യാ സംഘമാണ്. ആത്മവിദ്യാ സംഘം ആരുടെയാണ്? വാഗ്ഭടാനന്ദന്റെയാണ്. എല്ലാം ഒന്നുകൂടെ കേട്ട് ബൈഹാർട്ട് ചെയ്യണം. PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. അതുപോലെ SNDP സ്ഥാപിച്ച ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. അയ്യങ്കാളിയുടെയാണ് സാധുജന പരിപാലന സംഘം. അദ്ദേഹമാണ് വില്ലുവണ്ടി സമരം, കല്ലുമാല സമരമൊക്കെ. അതുപോലെ സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. പിന്നെ തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ അദ്ദേഹത്തിന്റെയാണ്. അതുപോലെ NSS മന്നത്ത് പത്മനാഭന്റെയാണ്. അതുപോലെ പൊയ്കയിൽ യോഹന്നാൻ അദ്ദേഹം സ്ഥാപിച്ച പ്രസ്ഥാനം ഏതാണ്? പ്രത്യക്ഷരക്ഷാ ദൈവസഭയാണ്. പണ്ഡിറ്റ് KP കറുപ്പന്റെയാണ് അരയ സമാജം. അതുപോലെ VT ഭട്ടതിരിപ്പാടിന്റെ പ്രസിദ്ധമായ നാടകം ഏതാണ്? അടുക്കളയിൽ നിന്ന് അരങ്ങിലേക്കാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങിലേക്ക്. വാഗ്ഭടാനന്ദന്റെയാണ് ഏത്? ആത്മവിദ്യാ സംഘം. ഇവരെ കൂടാതെ നിരവധി സാമൂഹ്യ പരിഷ്കർത്താക്കൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ദാക്ഷായണി വേലായുധൻ, പാർവതി നെന്മേനിമംഗലം, ആര്യ പള്ളം, കാളിക്കുട്ടി ആശാത്തി തുടങ്ങിയവർ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചവരാണ്. സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചവർ ആരൊക്കെയാണ്? ദാക്ഷായണി വേലായുധൻ, പാർവതി നെന്മേനിമംഗലം, ആര്യ പള്ളം, കാളിക്കുട്ടി ആശാത്തി തുടങ്ങിയവര് സ്ത്രീകളുടെ സാമൂഹ്യ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചവരാണ്. സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ പ്രവർത്തനങ്ങൾ സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്നവരുടെയും സ്ത്രീകളുടെയും അവകാശങ്ങൾക്കും വിദ്യാഭ്യാസ പുരോഗതിക്കും കാരണമായി. സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ഒരു പുതിയ സമൂഹത്തെ സൃഷ്ടിക്കാനും കേരളത്തിലെ നവോത്ഥാന കാലഘട്ടത്തെ അടയാളപ്പെടുത്താനും ഈ സാമൂഹിക പരിഷ്കർത്താക്കൾക്ക് കഴിഞ്ഞു.
ഒന്നുകൂടെ പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് പൗര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. ആദ്യമായിട്ട് മേൽമുണ്ട് സമരത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, ഇമ്പോർട്ടന്റ് ആണ്. PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് ഉന്നത വിഭാഗമെന്ന് കരുതപ്പെട്ടിരുന്ന സ്ത്രീകളെ പോലെ മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശം ചാന്നാർ സ്ത്രീകൾക്ക് ഇല്ലായിരുന്നു. ക്രിസ്ത്യൻ മിഷണറിമാരുടെ പിന്തുണയോടെ പൊതുസ്ഥലങ്ങളിൽ മേൽമുണ്ട് ധരിച്ച് പ്രത്യക്ഷപ്പെട്ട ചാന്നാർ സ്ത്രീകളെ ഉയർന്ന വിഭാഗമെന്ന് കരുതപ്പെട്ടിരുന്നവര് ആക്രമിക്കുകയും അവരുടെ മേൽമുണ്ട് വലിച്ചു കീറുകയും ചെയ്തു. തുടർന്ന് തെക്കൻ തിരുവിതാംകൂറിൽ പലയിടങ്ങളിലും കലാപം പൊട്ടിപ്പുറപ്പെട്ടു. 1859 ജൂലൈ 26 ഈ വർഷവും മാസവും ഡേറ്റും പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. 1859 ജൂലൈ 26 1859 ജൂലൈ 26 ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് തിരുവിതാംകൂർ മഹാരാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു. ആരാന്നും പഠിച്ചു വെക്കണം. ഉത്രം തിരുനാൾ മഹാരാജാവായിരുന്നു. ഉത്രം തിരുനാൾ മഹാരാജാവ് എന്നാണ് 1859 ജൂലൈ 26 അടുത്ത ഇനി പൗരസ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന സമരം ഏതാണ്? വൈക്കം സത്യാഗ്രഹമാണ്. വൈക്കം ക്ഷേത്രത്തിന് 100 മീറ്റർ അകലെ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ബോർഡാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അയിത്ത ജാതിക്കാർ ഇതിനപ്പുറം പ്രവേശിക്കാൻ പാടില്ല. ദേശീയ പ്രസ്ഥാനം ശക്തമാകുന്ന വേളയിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി കേരളത്തിൽ നടന്ന പ്രധാന സമരമാണ് വൈക്കം സത്യാഗ്രഹം. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മുടെ കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട സമരമാണേത്? വൈക്കം സത്യാഗ്രഹം. വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡിലൂടെ താഴ്ന്നതെന്ന് ഗണിക്കപ്പെട്ടിരുന്ന ജനവിഭാഗങ്ങളെ സഞ്ചരിക്കാൻ അനുവദിച്ചിരുന്നില്ല. ഈ വിവേചനത്തിനെതിരെ 1924 മാർച്ച് 30 സത്യാഗ്രഹം ആരംഭിച്ചു. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് എന്നാന്ന് പഠിച്ചു വെക്കണം. 1924 മാർച്ച് 30 ടി കെ മാധവൻ, കെ കേളപ്പൻ, കെ പി കേശവമേനോൻ. ആരൊക്കെയാണ്? ടി കെ മാധവൻ, കെ കേളപ്പൻ, കെ പി കേശവമേനോൻ തുടങ്ങിയവരാണ് സത്യാഗ്രഹം നയിച്ചത്. വൈക്കം സത്യാഗ്രഹം നയിച്ചത് ആരൊക്കെയാണ്? ടി കെ മാധവൻ, കെ കേളപ്പൻ, കെ പി കേശവമേനോൻ. ദേശീയ ശ്രദ്ധയാകർഷിച്ച വൈക്കം സത്യാഗ്രഹം മഹാത്മാഗാന്ധിയുടെ മധ്യസ്ഥതയിലാണ് അവസാനിപ്പിച്ചത്. 1925 നവംബർ 23 1925 നവംബർ 23 ക്ഷേത്രത്തിന്റെ 3 വശങ്ങളിൽ കൂടിയുള്ള റോഡുകൾ ഹിന്ദുമതത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും തുറന്നു കൊടുക്കപ്പെട്ടു. കിഴക്കേ നടയിലേക്കുള്ള 2 പാതയൊഴിച്ച് ബാക്കിയെല്ലാം തുറന്നുകൊടുത്തു. എന്നാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്? 1924 മാർച്ച് 30 റോഡുകൾ തുറന്നു കൊടുത്തത് എന്നാണ്? 1925 നവംബർ 23 മഹാത്മാഗാന്ധിയുടെ മധ്യസ്ഥതയിലാണ് വൈക്കം സത്യാഗ്രഹം അവസാനിപ്പിച്ചത്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, PSC സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കും. പിന്നെ വൈക്കം സത്യാഗ്രഹവുമായിട്ടനുബന്ധിച്ച് നടന്നതാണ് സവർണ ജാഥ. ഇത് PSCക്ക് ഇഷ്ടപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. വൈക്കം സത്യാഗ്രഹത്തോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ജാഥ സംഘടിപ്പിച്ചു. സവർണ ജാഥ നടത്തിയതാരാണ്? മന്നത്ത് പത്മനാഭനാണ്. വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കാണ്. അടുത്ത ഇനി ഗുരുവായൂർ സത്യാഗ്രഹമാണ്. ഹിന്ദുമതത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന പ്രക്ഷോഭമാണെന്ത്? ഗുരുവായൂർ സത്യാഗ്രഹം. ഹിന്ദുമതത്തിലെ എല്ലാവർക്കും എന്താണ് ക്ഷേത്ര പ്രവേശനം. കെ കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ എന്നിവരുടെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിച്ച് സത്യാഗ്രഹം ആരംഭിച്ചതെന്നാണ്? 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് 1931 നവംബർ 1 ആരൊക്കെ ചേർന്നാണ് കമ്മിറ്റി രൂപീകരിച്ച്? കെ കേളപ്പനും മന്നത്ത് പത്മനാഭനും. സമര പരിപാടികൾ ശക്തമായപ്പോൾ അധികാരികൾക്ക് 1 മാസത്തോളം ക്ഷേത്രം അടച്ചിടേണ്ടി വന്നു. സമരത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ, ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ റിപ്പീറ്റഡ് PVQ ആണ്. ആരാണ്? AK ഗോപാലനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ്? AK ഗോപാലനാണ്. AK ഗോപാലനെ P കൃഷ്ണപിള്ളയും സത്യാഗ്രഹത്തെ എതിർത്തവർ ക്രൂരമായിട്ട്
മർദ്ദിച്ചു. കെ കേളപ്പൻ ക്ഷേത്രത്തിനു മുമ്പിൽ മരണം വരെ ഉപവാസം തുടങ്ങിയതോടെ അനേകം ആളുകളാണ് ഇതിന് പിന്തുണയുമായിട്ട് നാനാദേശങ്ങളിൽ നിന്നും എത്തിയത്. ഒടുവിൽ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് ഉപവാസം അവസാനിപ്പിച്ചത്. കെ കേളപ്പനും മന്നത്തു പത്മനാഭന്റെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിച്ചു. അതേ തുടർന്ന് 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചു. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? എ.കെ. ഗോപാലൻ. എ.കെ. ഗോപാലനും പി. കൃഷ്ണപിള്ളയ്ക്കും സത്യാഗ്രഹത്തിൽ ക്രൂരമർദ്ദനം ഏറ്റു. കെ കേളപ്പൻ ക്ഷേത്രത്തിന് മുന്നിൽ മരണം വരെ ഉപവാസം തുടങ്ങിയതോടെ അനേകം ആളുകളാണ് അദ്ദേഹത്തിന്റെ പിന്തുണയുമായിട്ട് എത്തിയത്. ഒടുവില് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് ഉപവാസം കെ കേളപ്പൻ അവസാനിപ്പിച്ചത്. ക്ഷേത്രപ്രവേശനത്തെ കുറിച്ച് പൊതുജനങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടി ജനഹിത പരിശോധന നടത്തിയത് പൊന്നാനി താലൂക്കിലാണ്. അതും നോട്ട് ചെയ്ത് വെക്കുക. ഇങ്ങനെ സമസ്ത ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനത്തിന് അനുകൂലമായുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് സാധിച്ചു. ആധുനിക കാലത്തെ മഹാത്ഭുതം പഠിച്ചു വെക്കണം. റിപ്പീറ്റഡ് PYQ ആണ്. 1936 നവംബർ 12 തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചു. ഇതിലൂടെ തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങൾ എല്ലാ വിഭാഗം ഹിന്ദുക്കൾക്കും തുറന്നുകൊടുത്തു. ഗാന്ധിജി ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചതെങ്ങനെയാണ്? ആധുനിക കാലത്തെ മഹാത്ഭുതം. ഇമ്പോർട്ടന്റ് ആണ്. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. എന്നാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്? 1936 നവംബർ 12 ഇമ്പോർട്ടന്റ് ആണ്. 1936 നവംബർ 12 ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. ഇതിലെ എല്ലാ പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്. PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. പിന്നെ അടുത്തത് ഇവിടെ പറഞ്ഞിരിക്കുന്ന പാലിയം സത്യാഗ്രഹത്തെ കുറിച്ചാണ്. അയിത്തോച്ചാടനത്തിനായിട്ട് കേരളത്തിൽ നടന്ന മറ്റൊരു സമരമാണ് ഏത്? 1947-48 കാലഘട്ടത്തിലായിരുന്നു പാലിയം സത്യാഗ്രഹം. വർഷം പഠിക്കണം. 1947-നും 48-നും ഇടയ്ക്കായിരുന്നു. കൊച്ചിയിലെ ചേന്ദമംഗലത്തെ പാലിയത്തച്ഛന്റെ വസതിക്ക് മുന്നിലെ റോഡിലൂടെ നടന്നുപോകാൻ അരികുവൽക്കരിക്കപ്പെട്ടിരുന്ന ജനവിഭാഗങ്ങൾക്ക് വിലക്കുണ്ടായിരുന്നു. ഈ പ്രശ്നത്തെ ചൊല്ലി രാഷ്ട്രീയ കക്ഷികളും സമുദായ സംഘടനകളും ഒത്തുചേർന്ന് നടത്തിയ സമരമാണ് പാലിയം സത്യാഗ്രഹം. സി കേശവൻ പാലിയം സത്യാഗ്രഹത്തിന്റെ നേതാവ് സി കേശവനാണ്. സി കേശവൻ ഉൾപ്പെടെയുള്ളവര് നേതൃത്വം നൽകിയ സത്യാഗ്രഹത്തെ നേരിടാൻ സർക്കാർ അറസ്റ്റും മർദ്ദനമുറകളും പ്രയോഗിച്ചു. 1948 കൊച്ചിയിലെ മുഴുവൻ ക്ഷേത്രങ്ങളും ജാതിഭേദമന്യേ എല്ലാവർക്കുമായിട്ട് തുറന്നു കൊടുക്കപ്പെട്ടതോടെ പാലിയം റോഡിലൂടെ സഞ്ചരിക്കുന്നതിനുള്ള നിയന്ത്രണവും ഇല്ലാതായിട്ട് മാറി. 1947-48 കാലഘട്ടമാണ്. നേതൃത്വം നൽകിയത് സി കേശവനാണ്. അത് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് ഉപ്പു സത്യാഗ്രഹത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഉപ്പു സത്യാഗ്രഹം 1930 ആയിരുന്നു. ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് നടന്ന ജാഥയില് ആലപിച്ചതാണ് വരിക വരിക സഹചരെ. ഈ വരികൾ നോട്ട് ചെയ്ത് വെക്കണം. PSC ചോദിച്ചിട്ടുള്ളതാണ്. ഇത് എഴുതിയത് ആരാണ്? അംശി നാരായണ പിള്ളയാണ്. PYQ ആണ്. വരിക വരിക സഹചരെ എഴുതിയത് ആരാണ്? അംശി നാരായണ പിള്ളയാണ്. സത്യാഗ്രഹികൾ ഗാനം ആലപിച്ചും മുദ്രാവാക്യം മുഴക്കിയും പയ്യന്നൂർ കടപ്പുറത്തേക്ക് ജാഥയായിട്ട് നീങ്ങി. വഴി നീളെ ആയിരക്കണക്കിന് ജനങ്ങൾ അവർക്ക് സ്വീകരണം നൽകി. കേരളത്തിൽ ദേശീയ പ്രസ്ഥാനം എത്രമാത്രം ഊർജ്ജസ്വലമായിരുന്നു എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഉപ്പു സത്യാഗ്രഹം നടന്നത് 1930 ജാഥയില് ആലപിച്ച വരികൾ നോട്ട് ചെയ്ത് വെക്കണം. വരിക വരിക സഹചരെ, അത് എഴുതിയത് അംശി നാരായണ പിള്ളയാണ്. അടുത്തത് ഈ ബോക്സിൽ പറഞ്ഞിരിക്കുന്ന സി ശങ്കരൻ നായരെ കുറിച്ചും ബാരിസ്റ്റർ GP പിള്ളയെ കുറിച്ചുമാണ്. കേരളത്തിലേതുപോലെ തന്നെ ദേശീയ തലത്തിലും കോൺഗ്രസിൽ ശ്രദ്ധേയമായ മലയാളി സാന്നിധ്യമായിരുന്നു സി ശങ്കരൻ നായരും ബാരിസ്റ്റർ GP പിള്ളയും. അടുത്ത ഇനി മലബാറിലെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. കേരളത്തിലെ ഇതര പ്രദേശങ്ങളിലെ അപേക്ഷിച്ച് മലബാറില് ദേശീയ പ്രസ്ഥാനം കൂടുതൽ
കരുത്തുറ്റതായിരുന്നു. മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ രൂപീകരണവും അതുപോലെ ഹോം റൂൾ ലീഗിന്റെ പ്രവർത്തനവും ദേശീയ പ്രസ്ഥാനത്തെ ചലിപ്പിച്ചു. ഏതൊക്കെയാണ്? മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി, അതുപോലെ ഹോം റൂൾ ലീഗ്. പിന്നെ ഖിലാഫത്ത്, അതുപോലെ നിസ്സഹകരണ പ്രസ്ഥാനം, ഇവയ്ക്കൊക്കെ വലിയ പിന്തുണയാണ് മലബാറില് ലഭിച്ചത്. സമരത്തിന്റെ ഭാഗമായിട്ട് ജനങ്ങള് വിദേശ നിർമ്മിത വസ്തുക്കളും കോടതികള്, വിദ്യാലയങ്ങള് മുതലായ സർക്കാർ സ്ഥാപനങ്ങളും ബഹിഷ്കരിച്ചു. സമരത്തിന് സ്ത്രീകളുടെയും വിദ്യാർത്ഥികളുടെയും മികച്ച പങ്കാളിത്തമായിരുന്നു. അതുപോലെ സി കുഞ്ഞിരാമ മേനോൻ, കെ കേളപ്പൻ, യു ഗോപാല മേനോൻ, കെ പി കേശവ മേനോൻ, മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്, ഇ മൊയ്തു മൗലവി, മൊയ്യാരത്ത് ശങ്കരൻ, ഇവരായിരുന്നു പ്രധാന നേതാക്കള് മലബാറിൽ. ആരൊക്കെയായിരുന്നു? സി കുഞ്ഞിരാമ മേനോൻ, കെ കേളപ്പൻ, യു ഗോപാല മേനോൻ, കെ പി കേശവ മേനോൻ, മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്, ഇ മൊയ്തു മൗലവി, പിന്നെ മൊയ്യാരത്ത് ശങ്കരൻ. പേരൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, PSC ചോദിക്കും. നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ തലത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നപ്പോൾ കേരളത്തിലും ഉണ്ടായി. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ കേന്ദ്രം എവിടെയായിരുന്നു എന്ന് പഠിച്ചു വെക്കണം. PYQ ആണ്. പയ്യന്നൂരാണ്. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹ കേന്ദ്രം എവിടെയാണ്? മലബാറിലെ പയ്യന്നൂരായിരുന്നു. കെ കേളപ്പനാണ് നേതൃത്വം. സത്യാഗ്രഹം നയിച്ചതാരാണ്? കെ കേളപ്പനാണ്. അതും PYQ ആണ്. കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും സത്യാഗ്രഹികൾ പയ്യന്നൂരിലെ കടപ്പുറത്തേക്ക് എത്തിച്ചേരുകയും അതിൽ പങ്കാളിയാവുകയും ചെയ്തു. കൂടാതെ മുഹമ്മദ് അബ്ദുറഹിമാന്റെ നേതൃത്വത്തിൽ സത്യാഗ്രഹികള് കോഴിക്കോട് കടപ്പുറത്ത്, പയ്യന്നൂര് കെ കേളപ്പന്റെ നേതൃത്വത്തിലായിരുന്നു, കോഴിക്കോട് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിന്റെ നേതൃത്വത്തിലായിരുന്നു. നിയമം ലംഘിച്ച് ഉപ്പുണ്ടാക്കി. അവിടെ തടിച്ചുകൂടിയ ജനങ്ങൾക്ക് പോലീസിന്റെ മർദ്ദനമേറ്റു. വിദേശ വസ്ത്ര ബഹിഷ്കരണവും അതുപോലെ മദ്യഷാപ്പ് പിക്കറ്റിംഗ്, ഖാദി പ്രചരണം, ഇതൊക്കെ സമരത്തിന്റെ ഭാഗമായിട്ട് നടന്നു. ഉപ്പു സത്യാഗ്രഹത്തിന്റെ കേന്ദ്രം പയ്യന്നൂരായിരുന്നു. പയ്യന്നൂര് സത്യാഗ്രഹം നയിച്ചത് കെ കേളപ്പനാണ്. കോഴിക്കോട് ആരാണ്? മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാണ്. നോട്ട് ചെയ്ത് നോക്കുക. അടുത്ത ഇവിടെ ബോക്സിൽ പറഞ്ഞിരിക്കുന്ന ഗാന്ധിജി കേരളത്തിൽ ആദ്യമായിട്ട് കേരളം സന്ദർശിക്കുന്നത് ഗാന്ധിജി 1920 PYQ ആണ്. ഗാന്ധിജിയും മൗലാന ഷൗക്കത്ത് അലിയും നിസ്സഹകരണ ഖിലാഫത്ത് സമരത്തിന്റെ പ്രചാരണാർത്ഥം കോഴിക്കോട് എത്തി. നിസ്സഹകരണ ഖിലാഫത്ത് സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഗാന്ധിജി കേരളത്തിൽ ആദ്യമായിട്ട് എത്തുന്നത്. എന്നാണ്? 1920. ഗാന്ധിജിയുടെ ആദ്യത്തെ കേരള സന്ദർശനമായിരുന്നു ഇത്. ഇന്ത്യക്കാർ വ്യത്യസ്ത മതസ്ഥരെങ്കിലും നമ്മുടെ മാതൃഭൂമിയുടെ സന്തതികൾ ആണെന്നും നമ്മുടെ സുഖദുഃഖങ്ങൾ ഒന്നാണെന്നും പ്രശ്നങ്ങൾ ഒന്നാണെന്നും നേതാക്കൾ ഉദ്ബോധിപ്പിച്ചപ്പോൾ അത്യാവേശത്തോടെയാണ് ജനങ്ങൾ ഇത് സ്വീകരിച്ചത്. ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിൽ എത്തിയ വർഷം പഠിക്കണം. 1920. നിസ്സഹകരണ ഖിലാഫത്ത് സമരത്തിന്റെ ഭാഗമായിട്ടാണ് വന്നത്. അടുത്ത ഇനിയും പറഞ്ഞിരിക്കുന്ന മലബാർ കലാപത്തെ കുറിച്ചാണ്. ഇമ്പോർട്ടന്റ് ആണ്. മലബാറിലെ ബ്രിട്ടീഷ് വിരുദ്ധ ജന്മിവിരുദ്ധ പ്രക്ഷോഭമായിരുന്നു മലബാർ കലാപം. നിസ്സഹകരണ ഖിലാഫത്ത് സമരത്തോടൊപ്പം നേരത്തെ തന്നെ മലബാറിൽ സജീവമായിരുന്ന കുടിയാൻ പ്രസ്ഥാനവും ചേർന്നപ്പോൾ അത് മലബാർ കലാപമായിട്ട് പരിണമിച്ചു. 1921 പഠിച്ചു വെക്കണം. 1921 ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലാണ് കലാപം വ്യാപിച്ചത്. എവിടൊക്കെയാണ്? ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലാണ്. ജന്മിമാരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും കലാപത്തിൽ ഏർപ്പെട്ട കർഷകരും ഉൾപ്പെടെ നിരവധി പേർക്ക് ജീവഹാനി സംഭവിച്ചു. മലബാർ സ്പെഷ്യൽ പോലീസിനെയും പട്ടാളത്തെയും ഉപയോഗിച്ച് ബ്രിട്ടീഷ് ഗവൺമെന്റ് കലാപം അടിച്ചമർത്തി. മലബാർ കലാപത്തിന് നേതൃത്വം നൽകിയവരിൽ പ്രമുഖൻ ആയിരുന്നു ആരൊക്കെ? അലി മുസ്ലിയാർ പഠിച്ചു വെക്കണം. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, പിന്നെ MB നാരായണ മേനോൻ. മലബാർ കലാപത്തിന് നേതൃത്വം നൽകിയവരിൽ പ്രമുഖർ ആരൊക്കെയായിരുന്നു? 3 പേരുണ്ട്, പഠിച്ചു വെക്കണം. അലി മുസ്ലിയാർ, വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, നാരായണ മേനോൻ. എന്നായിരുന്നു? 1921 ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലായിട്ടാണ് കലാപം വ്യാപിച്ചത്.
അടുത്ത ഇവിടെ വാഗൺ കൂട്ടക്കൊലയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. അതും 1921 തന്നെയായിരുന്നു. മലബാർ കാലത്തുണ്ടായ ദാരുണ സംഭവമാണേത് വാഗൺ കൂട്ടക്കൊല. ബ്രിട്ടീഷ് പോലീസ് ഓഫീസർ ഹിച്ച്കോക്കിന്റെ മേൽനോട്ടത്തിൽ 100ഓളം തടവുകാരെ തിരൂരിൽ നിന്നും മലബാറിലേക്ക് പുറത്തുള്ള ജയിലുകളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അവര് കാറ്റും വെളിച്ചവും കടക്കാത്ത ചരക്ക് തീവണ്ടിയിൽ ആൾക്കാരെ കയറ്റി യാത്രാമധ്യേ ശ്വസിക്കാൻ വായുവോ കുടിക്കാൻ ഒരിറ്റു വെള്ളമോ കിട്ടാതെ ബോഗിയിൽ വെച്ച് പകുതിയിലധികം പേരും മരണപ്പെട്ട സംഭവമാണ് വാഗൺ കൂട്ടക്കൊല. 1921 അടുത്ത ഇവിടെ മലബാർ കലാപകാലത്ത് നടന്ന പ്രധാന സംഭവങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. തിരൂരങ്ങാടി, പൂക്കോട്ടൂർ, പാണ്ടിനാട് സംഘർഷങ്ങൾ. നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യാൻ ബ്രിട്ടീഷ് പോലീസ് ശ്രമിച്ചു. ഇതിനെ തുടർന്ന് ആദ്യം തിരൂരങ്ങാടിയിലും പിന്നീട് പൂക്കോട്ടൂരിലും പാണ്ടിക്കാടിലും ബ്രിട്ടീഷ് പോലീസും ജനങ്ങളും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. മലബാർ കലാപത്തിൽ നടന്ന പ്രധാന സംഭവങ്ങളാണ് തിരൂരങ്ങാടി, പൂക്കോട്ടൂർ, പാണ്ടിക്കാട് സംഘർഷങ്ങൾ. നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. പൂക്കോട്ടൂർ യുദ്ധ സ്മാരകത്തിന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അടുത്തത് ക്വിറ്റ് ഇന്ത്യ സമരമാണ്. ക്വിറ്റ് ഇന്ത്യ സമരം എന്നായിരുന്നു എന്ന് പഠിച്ചു വെക്കണം. 1942 ഓഗസ്റ്റ് 9 അഖിലേന്ത്യാ വ്യാപകമായിട്ട് ആരംഭിച്ച ക്വിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്ന് ഗാന്ധിജി അടക്കമുള്ള പ്രമുഖ നേതാക്കൾ അറസ്റ്റ് ചെയ്തു. എന്നാണ് ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചത്? 1942 അതുകൊണ്ട് തന്നെ മറ്റ് ഗാന്ധിയൻ സമരങ്ങളിൽ നിന്ന് വിഭിന്നമായി അക്രമ സ്വഭാവത്തോടു കൂടിയുള്ള സമരമായിട്ട് മാറി. ഗാന്ധിജിയൊക്കെ അറസ്റ്റ് ചെയ്തു. കേരളത്തിൽ മലബാർ, കൊച്ചി, തിരുവിതാംകൂർ മേഖലകളിൽ സ്ത്രീകളും വിദ്യാർത്ഥികളും അടക്കമുള്ള ജനവിഭാഗങ്ങൾ സമരത്തിൽ സജീവമായിട്ട് പങ്കെടുത്തു. ഇതിന്റെ ഭാഗമായിട്ട് നടന്ന പ്രധാന സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്. ഇത് PYQ. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായിട്ട് നടന്ന പ്രധാന സംഭവം ഏതാണ്? കീഴരിയൂർ ബോംബ് കേസാണ്. PYQ. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. അതിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്കടുത്തുള്ള കീഴരിയൂരിൽ വെച്ച് ഒരു വിഭാഗം സമരക്കാർ ബോംബ് നിർമ്മിച്ചു. വിവിധയിടങ്ങളിൽ ആളപായമില്ലാതെ ബോംബ് പൊട്ടിച്ച് ബ്രിട്ടീഷുകാരെ ഭയപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം. 1942 നവംബർ 17 പഠിച്ചു വെക്കുക, പഴയ SCERT ഇല്ല. 1942 നവംബർ 17 ബ്രിട്ടീഷുകാരെ വിറപ്പിച്ച സ്ഫോടനങ്ങൾ നടന്നത്. ഇതിനു പിന്നിൽ പ്രവർത്തിച്ച ആളുടെ പേരും പഠിച്ചു വെക്കണം. PYQ. KB മേനോൻ ആണ്. KB മേനോൻ ഉൾപ്പെടെയുള്ളവരെ ബ്രിട്ടീഷ് പോലീസ് പിടികൂടുകയും കഠിന തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. എന്നായിരുന്നു? 1942 നവംബർ 17 സ്ഫോടനങ്ങൾ നടന്നത്. അതിന് പിന്നിൽ പ്രവർത്തിച്ച മെയിൻ ആളാരായിരുന്നു? KB മേനോൻ ആയിരുന്നു. അതും PSC ചോദിച്ചിട്ടുണ്ട്. കീഴരിയൂർ സംഭവം നടന്നത് കോഴിക്കോടാണ്. അതും നോട്ട് ചെയ്ത് വെക്കുക. ഇനി കൊച്ചിയിലെ കാര്യമാണ് പറയുന്നത്. രാജവാഴ്ച നിലനിന്നിരുന്ന കൊച്ചിയിൽ ബ്രിട്ടീഷ് പരമാധികാരം സ്ഥാപിക്കപ്പെട്ടതു മുതൽ അതിനെതിരെ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സദ്ഭരണം സ്ഥാപിക്കുക എന്നതായിരുന്നു ആദ്യകാല പ്രക്ഷോഭങ്ങളിലെ ലക്ഷ്യം. പിന്നീട് രാഷ്ട്രീയ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള സമരങ്ങൾ ആരംഭിച്ചു. ആദ്യത്തേതാണ് ഇലക്ട്രിസിറ്റി സമരം. PYQ. തൃശ്ശൂരിലെ വൈദ്യുതി വിതരണ ചുമതല ഒരു സ്വകാര്യ കമ്പനിയെ ഏൽപ്പിക്കാൻ കൊച്ചിയിലെ ദിവാനായിരുന്ന RK ഷൺമുഖം ചെട്ടി തീരുമാനിച്ചു. തൃശ്ശൂരിലെ വൈദ്യുതി വിതരണ ചുമതല ഒരു സ്വകാര്യ കമ്പനിയെ ഏൽപ്പിക്കാൻ വേണ്ടി കൊച്ചിയിലെ അന്നത്തെ ദിവാനായിരുന്ന RK ഷൺമുഖം ചെട്ടി തീരുമാനിച്ചു. ഇതിനെതിരെ 1936 ഇലക്ട്രിസിറ്റി സമരം നടന്നത് 1936 ഇതിനെതിരെ ജനകീയ പ്രക്ഷോഭം ഉണ്ടായി. സമരത്തെ ഗവൺമെന്റ് അടിച്ചമർത്തിയെങ്കിലും ജനങ്ങളെ പ്രക്ഷോഭ രംഗത്തിറക്കാൻ ഈ സമരം സഹായകരമായി. 1936 ഇലക്ട്രിസിറ്റി സമരം. പഠിച്ചു വെക്കുക. തൃശ്ശൂരിലെ വൈദ്യുതി വിതരണ ചുമതല ഒരു സ്വകാര്യ കമ്പനിയെ ഏൽപ്പിക്കാൻ കൊച്ചിയിലെ ദിവാനായിരുന്ന RK ഷൺമുഖം ചെട്ടി തീരുമാനിച്ചു. അതിനെതിരെയായിരുന്നു. 1936
അടുത്തത് കൊച്ചി രാജ്യപ്രജാ മണ്ഡലം ഇമ്പോർട്ടന്റ് ആണ്. ഉത്തരവാദ ഭരണം നേടുക എന്ന ലക്ഷ്യത്തോടെ 1941 1941 കൊച്ചി രാജ്യപ്രജാ മണ്ഡലം എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചു. ഇക്കണ്ട വാര്യർ, പനമ്പിള്ളി ഗോവിന്ദ മേനോൻ, VR കൃഷ്ണൻ എഴുത്തച്ഛൻ എന്നിവർ ആയിരുന്നു നേതൃത്വം നൽകിയത്. കൊച്ചി രാജ്യപ്രജാ മണ്ഡലത്തിന്റെ നേതൃത്വം ആരൊക്കെയായിരുന്നു? ഇക്കണ്ട വാര്യർ, പനമ്പിള്ളി ഗോവിന്ദ മേനോൻ, VR കൃഷ്ണൻ എഴുത്തച്ഛൻ. 1941 രൂപീകരിച്ചത്. ഉത്തരവാദ ഭരണം ലഭിക്കുന്നതിന് വേണ്ടി ദേശവ്യാപകമായിട്ട് സമരം നടത്താൻ തീരുമാനിക്കുകയും 1946 ജൂലൈ 29 1946 ജൂലൈ 29 ഉത്തരവാദ ഭരണ ദിനമായിട്ട് ആചരിച്ചു. പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഉത്തരവാദ ഭരണ ദിനമായിട്ട് ആചരിച്ചു എന്നാണ് 1946 ജൂലൈ 29 എന്നാണ് 1946 ജൂലൈ 29 പിൽക്കാലത്ത് പ്രജാമണ്ഡലം ഇന്റർനാഷണൽ കോൺഗ്രസിൽ ലയിച്ചു. ഇക്കണ്ട വാര്യർ പ്രധാനമന്ത്രിയായിട്ട് കൊച്ചിയില് ആദ്യത്തെ കോൺഗ്രസ് മന്ത്രിസഭ അധികാരമേറ്റു. നോട്ട് ചെയ്ത് വെക്കുക, ഇക്കണ്ട വാര്യർ പ്രധാനമന്ത്രിയായിട്ട് കൊച്ചിയില് ആദ്യത്തെ കോൺഗ്രസ് മന്ത്രിസഭ, കൊച്ചിയിലെ ആദ്യത്തെ കോൺഗ്രസ് മന്ത്രിസഭയുടെ പ്രധാനമന്ത്രിയായിട്ട് അധികാരമേറ്റത് ആരാണ്? ഇക്കണ്ട വാര്യരാണ്. ഇനി തിരുവിതാംകൂറിലെ കാര്യമാണ് പറയുന്നത്. തിരുവിതാംകൂറിൽ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധത്തെ തട്ടിയുണർത്തിയ ആദ്യകാല പ്രക്ഷോഭങ്ങൾ ആയിരുന്നു ഏതൊക്കെ? മലയാളി മെമ്മോറിയലും ഈഴവ മെമ്മോറിയലും. രണ്ടും ഇമ്പോർട്ടന്റ് ആണ്, PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ആദ്യം മലയാളി മെമ്മോറിയലിനെ കുറിച്ച് നോക്കാം. തിരുവിതാംകൂറില് സർക്കാർ ജോലികളില് തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം വേണമെന്ന ആവശ്യം, അതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നതാണ് മലയാളി മെമ്മോറിയൽ. സർക്കാർ ജോലികൾക്ക് തിരുവിതാംകൂറുകാർക്ക് മുൻഗണന വേണം എന്നായിരുന്നു 1891 ജനുവരി 1 1891 ജനുവരി 1 ഈ ആവശ്യം ഉന്നയിച്ച് ജനങ്ങൾ ഒപ്പിട്ട നിവേദനം രാജാവിന് സമർപ്പിച്ചു. മലയാളി മെമ്മോറിയലിന്റെ നേതൃത്വം ആരായിരുന്നു? GP പിള്ളയായിരുന്നു. അടുത്ത ഈഴവ മെമ്മോറിയലാണ്. ഈഴവ മെമ്മോറിയൽ എന്ന് പറയുന്നത് എന്താണ്? സർക്കാർ സർവീസില് ഈഴവ സമുദായത്തിന് മതിയായ പ്രാതിനിധ്യം വേണമെന്നാവശ്യപ്പെട്ടായിരുന്നു. എന്നായിരുന്നു? 1896 സെപ്റ്റംബർ 3 മലയാളി മെമ്മോറിയൽ 1891, ഈഴവ മെമ്മോറിയൽ 1896 ഈഴവ മെമ്മോറിയലിന്റെ നേതൃത്വം ആരായിരുന്നു? പൽപ്പു ആയിരുന്നു. ഡോക്ടർ P. പൽപ്പു ആയിരുന്നു ഈഴവ മെമ്മോറിയലിന്റെ നേതൃത്വം. അടുത്തത് പറയുന്നത് നിവർത്തന പ്രക്ഷോഭത്തെ കുറിച്ചാണ്. അതിനു മുന്നേ ഈ ബോക്സിലെ നോക്കാം. നിവർത്തനം സിവിൽ നിയമ ലംഘനത്തിൽ നിന്നും നിസ്സഹരണത്തിൽ നിന്നും വേർതിരിച്ച് കാണിക്കാനാണ് പ്രക്ഷോഭത്തെ നിവർത്തനം എന്ന് വിശേഷിപ്പിച്ചത്. ഈ പേര് നൽകിയത് IC ചാക്കോ എന്ന ഭാഷാ പണ്ഡിതനാണ്. നിവർത്തനം എന്ന പേര് നൽകിയതാരാണ്? IC ചാക്കോ ആണ്. PYQ ആണ്, നോട്ട് ചെയ്ത് നോക്കുക. ഇനി നിവർത്തന പ്രക്ഷോഭത്തെ കുറിച്ച് നോക്കാം. തിരുവിതാംകൂറിൽ നടന്ന ശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രക്ഷോഭമായിരുന്നു ഏത്? 1932 നിവർത്തന പ്രക്ഷോഭം. PYQ ആണ്. നിവർത്തന പ്രക്ഷോഭം വർഷം എന്നാണ്? 1932 ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ വിഭാഗക്കാർ രാഷ്ട്രീയ സമിതി രൂപീകരിച്ച് സംയുക്തമായിട്ടാണ് പ്രക്ഷോഭം നയിച്ചത്. ഏതൊക്കെ ജാതിക്കാരായിരുന്നു? ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ ജാതിക്കാർ. അവരൊരു രാഷ്ട്രീയ സമിതി രൂപീകരിച്ച് സംയുക്തമായിട്ടാണ് പ്രക്ഷോഭം നയിച്ചത്. എന്നായിരുന്നു? 1932 സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യ ആനുപാതികമായിട്ട് സംവരണം വേണമെന്നായിരുന്നു ആവശ്യം നിവർത്തന പ്രക്ഷോഭത്തിന്. C. കേശവൻ, NV ജോസഫ്, PK കുഞ്ഞ്. ഇതും PYQ ആണ്. നിവർത്തന പ്രക്ഷോഭത്തിന്റെ നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? C. കേശവൻ, NV ജോസഫ്, PK കുഞ്ഞ്. നിവർത്തനം എന്ന പേര് നൽകിയത് ആരാണ്? IC ചാക്കോ ആണ്. 1932 തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നത് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ആയിരുന്നു. പട്ടം താണുപിള്ളയായിരുന്നു
തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ചോദിച്ചിട്ടുണ്ട്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? പട്ടം താണുപിള്ളയാണ്. നിവേദനങ്ങളിലൂടെയും പ്രത്യക്ഷ സമര പരിപാടികളിലൂടെയും ഇവര് പ്രക്ഷോഭ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തു. പഠിച്ചു വെക്കണം, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? പട്ടം താണുപിള്ളയായിരുന്നു. ഇനി സ്വദേശാഭിമാനി പത്രത്തെ കുറിച്ചാണ് പറയുന്നത്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപർ ആരായിരുന്നു? കെ രാമകൃഷ്ണ പിള്ളയാണ്. അതും BYക്കാണ്. സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. പത്രത്തിന്റെ പത്രാധിപർ ആരായിരുന്നു? കെ രാമകൃഷ്ണ പിള്ളയായിരുന്നു. സർക്കാരിന്റെ തെറ്റായ നയങ്ങളെയും അഴിമതികളെയും പത്രത്തിലൂടെ അദ്ദേഹം എഴുതിയിരുന്നു. തിരുവിതാംകൂർ ദിവാനായിരുന്ന പി രാജഗോപാലാചാരിയെ വിശദമായി വിമർശിച്ചുകൊണ്ട് ഒരു ലേഖന പരമ്പര അദ്ദേഹം പ്രസിദ്ധപ്പെടുത്തി. തിരുവിതാംകൂറിലെ ദിവാനായിരുന്ന പി രാജഗോപാലാചാരിക്കെതിരെ അദ്ദേഹം ലേഖനം എഴുതി. ഇതിനെ തുടർന്ന് രാമകൃഷ്ണ പിള്ളയെ തിരുവിതാംകൂറിൽ നിന്നും രാമകൃഷ്ണ പിള്ളയെ നാട് കടത്തിയ ദിവാൻ ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. പി രാജഗോപാലാചാരിയാണ്. അങ്ങനെ സ്വദേശാഭിമാനി പത്രം നിരോധിക്കുകയും ചെയ്തു. അടുത്തത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ തൽപരരായ കോൺഗ്രസ് പ്രവർത്തകര് 1934 വർഷം പഠിക്കണം. 1934 കെ കേളപ്പന്റെ അധ്യക്ഷതയില് കോഴിക്കോട് വെച്ചൊരു യോഗം ചേർന്നു. ഇന്റർനാഷണൽ കോൺഗ്രസിനുള്ളിൽ ഒരു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കാൻ അവര് തീരുമാനിച്ചു. പി കൃഷ്ണപിള്ള, EMS ശങ്കരൻ നമ്പൂതിരിപ്പാട്, AK ഗോപാലൻ ഇവരാണ് നയിച്ചത്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നിരവധി കർഷക സമരങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ ആരൊക്കെയായിരുന്നു? പി കൃഷ്ണപിള്ള, EMS, AK ഗോപാലൻ ഇവരൊക്കെയാണ്. ഈ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ധാരാളം കർഷക സമരങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് പുന്നപ്ര വയലാർ സമരമാണ്. തിരുവിതാംകൂറിന്റെ ദിവാനായിരുന്ന CP രാമസ്വാമി അയ്യരുടെ സ്വേച്ഛാധിപത്യത്തിനെതിരെയും ഉത്തരവാദ ഭരണം സ്ഥാപിക്കുന്നതിനും വേണ്ടിയായിരുന്നു പുന്നപ്ര വയലാർ സമരം. 1946 ആലപ്പുഴയിലെ പുന്നപ്രയിലും വയലാറിലും നടന്ന സമരമായതുകൊണ്ടാണ് പുന്നപ്ര വയലാർ സമരം എന്ന് അറിയപ്പെട്ടത്. 1946 വർഷമൊക്കെ ചോദിച്ചിട്ടുണ്ട്. കർഷകരും തൊഴിലാളികളും ചേർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലാണ് സമരം നടത്തിയത്. പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് സ്വാതന്ത്ര്യത്തിലേക്കുള്ള സ്ത്രീ മുന്നേറ്റം. ഇവിടെ കൗമുദി ടീച്ചറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഗാന്ധിജിയുടെ ഒരു പ്രസംഗ പരിപാടിയിൽ സ്വർണവളകളും കമ്മലും ഊരിക്കൊടുത്ത ആളാണ് കൗമുദി ടീച്ചർ. ആ സംഭവത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ജീവിതത്തിൽ പിന്നീട് ഒരിക്കലും ആഭരണം ധരിക്കാതെ ഖാദി മാത്രം ധരിച്ച് ലളിത ജീവിതം നയിച്ച വ്യക്തിയാണ് കൗമുദി ടീച്ചർ. ഇങ്ങനെ നിരവധി മലയാളി സ്ത്രീകൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് ത്യാഗപ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. നിസ്സഹകരണം, നിയമലംഘനം തുടങ്ങിയ സമരങ്ങളിലൂടെ ഇന്ത്യയില് ദേശീയ പ്രസ്ഥാനം കരുത്താർജിച്ച കാലത്ത് കേരളത്തിലും സ്ത്രീകളുടെ സജീവ പങ്കാളിത്തം ഉണ്ടായിരുന്നു. ഗാന്ധിജിയുടെ സന്ദേശം ഉൾക്കൊണ്ട് ഉപ്പ് നിർമ്മാണം, വിദേശ വസ്ത്ര ബഹിഷ്കരണം, ഖാദി വസ്ത്രങ്ങൾ നെയ്തെടുത്ത് ഉപയോഗിക്കുന്ന പ്രവർത്തനങ്ങൾ എന്നിവയിൽ സ്ത്രീകള് സജീവമായിരുന്നു. സമര കാലഘട്ടത്തിൽ അയിത്തോച്ചാടന, ഹരിജനോദ്ധാരണ പ്രവർത്തനങ്ങളിലും സ്ത്രീകളുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു. സമരങ്ങളുടെ ഭാഗമായിട്ട് ഒട്ടേറെ സ്ത്രീകള് ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയവരാണ്. മലബാറിൽ ആരൊക്കെയായിരുന്നു? AV കുട്ടിമാളു അമ്മയും അമ്മു സ്വാമിനാഥനും. BYക്കുമാണ്. മലബാറില് AV കുട്ടിമാളു അമ്മയും അമ്മു സ്വാമിനാഥനും. പിന്നെ തിരുവിതാംകൂറിൽ അക്കാമ ചെറിയാൻ, ആനി മസ്ക്രീൻ. തിരുവിതാംകൂറിൽ ആരൊക്കെയായിരുന്നു? അക്കാമ ചെറിയാനും ആനി മസ്ക്രീനും ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയവര്. അടുത്ത C കുഞ്ഞിക്കാവമ്മയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കണം.
ഗാന്ധിജി ആദ്യമായിട്ട് കേരളം സന്ദർശിച്ചപ്പോൾ സ്വർണ്ണ നൂലിൽ കോർത്ത ഒരു തുളസിമാല മകനെ കൊണ്ട് ഗാന്ധിജിയുടെ കഴുത്തില് അണിയിച്ചു. ഉപഹാരം സ്വീകരിക്കണമെങ്കിൽ ആയുഷ്കാലം മുഴുവൻ ഖാദി വസ്ത്രങ്ങൾ മാത്രമേ ധരിക്കുകയുള്ളൂ എന്ന് പ്രതിജ്ഞ ചെയ്യണമെന്ന് ഗാന്ധിജി നിർദ്ദേശിച്ചു. ആ പ്രതിജ്ഞ ജീവിതാവസാനം വരെ പാലിക്കുകയും സമരങ്ങളുടെ ഭാഗമായിട്ട് നിരവധി തവണ ജയിൽവാസം അനുഭവിക്കുകയും ചെയ്ത വ്യക്തിയാണ് സി കുഞ്ഞിക്കാവമ്മ. 1938 കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. സി കുഞ്ഞിക്കാവമ്മ നോട്ട് ചെയ്ത് വെക്കുക. 1938 കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിട്ട് സി കുഞ്ഞിക്കാവമ്മ തിരഞ്ഞെടുത്തു. ഹരിജനോദ്ധാരണം, ഖാദി പ്രചാരണം എന്നിവയിലും സി കുഞ്ഞിക്കാവമ്മ സജീവമായിരുന്നു. പേരൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഇനി സംസ്ഥാന രൂപീകരണത്തെ കുറിച്ചാണ് ഇവിടെ തന്നിരിക്കുന്നത്. 1947 തൃശ്ശൂരിൽ വെച്ച് നടന്ന ഐക്യ കേരള കൺവെൻഷനിലെ പ്രമേയത്തിലെ കുറച്ച് ഭാഗമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഐക്യ കേരള കൺവെൻഷൻ നടന്ന എവിടെന്ന് ചോദിച്ചിട്ടുണ്ട്. 1947 തൃശ്ശൂരിൽ വെച്ചാണ്. ഐക്യ കേരളത്തിനായിട്ട് നടന്ന പ്രധാന സംഭവങ്ങളാണ് ഇനി പറയുന്നത്. 1921 ഇതെല്ലാം PYQ ആണ്, നോട്ട് ചെയ്ത് വെക്കണം. 1921 ഒറ്റപ്പാലത്ത് നടന്ന അഖില കേരള പ്രവിശ്യ സമ്മേളനത്തിൽ മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തു. 1928 ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം, പഠിച്ചു വെക്കണം. പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം 1928 അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? നെഹ്റു ആയിരുന്നു. ഭാവിയിൽ സ്വതന്ത്ര ഭാരതത്തിന്റെ ഭരണഘടനയ്ക്ക് രൂപം കൊടുത്തപ്പോൾ കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായിട്ട് പുനഃസംഘടിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇതേ തുടർന്ന് ഐക്യ കേരളം എന്ന ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന കമ്മിറ്റി രൂപീകരിക്കപ്പെടുകയും വിവിധ സ്ഥലങ്ങളിൽ വെച്ച് അതിന്റെ കൺവെൻഷൻസ് നടക്കുകയും ചെയ്തു. 1949 ജൂലൈ 1 പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്, PYQ ആണ്. 1941 ജൂലൈ 1 തിരുവിതാംകൂറും കൊച്ചിയും സംയോജിപ്പിച്ച് തിരുക്കൊച്ചി രൂപീകരണം എന്നാണ് ചോദിച്ചിട്ടുണ്ട്. 1949 ജൂലൈ 1 1949 തിരുക്കൊച്ചി രൂപീകരിച്ചത് കേരള സംസ്ഥാനം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവയ്പായിരുന്നു. കൊച്ചി, തിരുവിതാംകൂർ നാട്ടുരാജ്യങ്ങളിലെ അതിർത്തിയിൽ സ്ഥാപിക്കപ്പെട്ടിരുന്ന കല്ലാണ് കൊതിക്കല്ല് എന്നറിയപ്പെടുന്നത്. കോ എന്നത് കൊച്ചിയെയും ടി എന്നത് തിരുവിതാംകൂറിനെയുമാണ് സൂചിപ്പിക്കുന്നത്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കുന്നതിനായിട്ടുള്ള ഫസൽ അലി കമ്മീഷൻ രൂപീകൃതമായി. കമ്മീഷന്റെ ശുപാർശ പ്രകാരം മലബാറിനെയും തിരുക്കൊച്ചിയെയും സംയോജിപ്പിച്ച് 1956 നവംബർ 1 കേരള സംസ്ഥാനം നിലവിൽ വന്നു. തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് ഇത് പഠിച്ചു വെക്കണം, PYQ ആണ്. തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നീ താലൂക്കുകൾ മദിരാശി സംസ്ഥാനത്തോട്, ഇന്നത്തെ തമിഴ്നാടിനോട് ചേർത്ത്. ഏതൊക്കെയാണ്? തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്. അതുപോലെ തന്നെ തെക്കൻ കർണാടകത്തിന്റെ ഭാഗമായിരുന്ന കാസർഗോഡ് താലൂക്ക് കേരളത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ടു. അതും PYQ ആണ്, പഠിച്ചു വെക്കുക. 1957 ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ പൊതു തിരഞ്ഞെടുപ്പ് നടക്കുകയും ഏപ്രിൽ 5 പഠിച്ചു വെക്കണം, ഏപ്രിൽ 5 EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ 1957 ഏപ്രിൽ 5 EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ ആദ്യത്തെ മന്ത്രിസഭ കേരളത്തിൽ അധികാരമേറ്റു. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. അപ്പൊ ഈ ചാപ്റ്ററിൽ ഇത്രയേ ഉള്ളൂ പോയിന്റ്സ്. ഇനി നോക്കേണ്ടത് പഴയ SCERTയിലെയും അതുപോലെ NCERTയിലെയും ചാപ്റ്റേഴ്സ് ആണ്. റിവിഷൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാത്രമാണ് പറഞ്ഞു പോകുന്നത്. നമുക്ക് ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് നോക്കാം. ആദ്യത്തേത് 7ാം ക്ലാസ്സിലെ പഴയ
ടെക്സ്റ്റിലെ 7ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ നവകേരള സൃഷ്ടിക്കായി എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ആദ്യം തന്നെ കുമാരനാശാന്റെ ദുരവസ്ഥ എന്ന കൃതിയിലെ ഒരു വരികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. PSC ആയതുകൊണ്ട് ചോദിക്കും. തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോ. ജസ്റ്റ് ലൈൻസ് 2 ലൈൻസ് എങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആദ്യം തന്നെ പഠിച്ചു വെക്കേണ്ടത് വൈകുണ്ഠ സ്വാമികൾ. അദ്ദേഹം ജനിച്ചത് എവിടാന്ന് പഠിക്കണം. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. കന്യാകുമാരിയിലെ ശാസ്താംകോയിലാണ് വൈകുണ്ഠ സ്വാമികൾ ജനിച്ചത്. എവിടെയാണ്? കന്യാകുമാരിയിലെ ശാസ്താംകോയിലാണ്. അദ്ദേഹമാണ് കിണറുകൾ, മുന്തിരി കിണറുകൾ എന്നറിയപ്പെടുന്നത്. അദ്ദേഹമാണ് എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വേണ്ടി വെള്ളം കോരാൻ കിണറുകൾ കുഴിച്ച് അയിത്തം എന്ന ദുരാചാരത്തെ വെല്ലുവിളിച്ചത്. ചോദിക്കുന്നതാണ്, പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ സമപന്തി ഭോജനം റിപ്പീറ്റഡ് PYQ. സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. ഇതിന്റെയൊക്കെ PDF ടെലഗ്രാം ചാനലിൽ ഇട്ടേക്കാം. എല്ലാവരും എക്സാമിന് മുന്നേ വായിച്ചിട്ട് പോകുക. പിന്നെ മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി. ഇതൊക്കെ പോയിന്റ്സ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി. പിന്നെ സമത്വ സമാജം ഇമ്പോർട്ടന്റ് ആണ്. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. പിന്നെ വേല ചെയ്താൽ കൂലി കിട്ടണം. 2 കോട്ടുണ്ട്, പഠിച്ചു വെക്കണം. വേല ചെയ്താൽ കൂലി കിട്ടണം. പിന്നെ ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പിനെ വെണ്ണീച്ച ഭരണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാ പോയിന്റ്സും പഠിച്ചു വെക്കുക. ഈ മാർക്ക് ചെയ്തേക്കുന്ന എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, PYQ ആണ്. പിന്നെ ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ചട്ടമ്പി സ്വാമികൾ ജനിക്കുന്ന എവിടാണ്? തിരുവനന്തപുരം ജില്ലയിലെ കണ്ണൻമൂലയിലാണ്. എവിടാണ്? തിരുവനന്തപുരം ജില്ലയിലെ കണ്ണൻമൂലയിലാണ്. മിശ്രഭോജനം നടത്തിയത് ചട്ടമ്പി സ്വാമികളാണെന്നും ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. എക്സാമിന് വരുമ്പം ആൻസർ ആയിട്ട് കൊടുക്കുന്നത് സഹോദരൻ അയ്യപ്പനാണ്. രണ്ടുപേരെയും പേരൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓപ്ഷൻ അനുസരിച്ച് ഉത്തരം എഴുതുക. പിന്നെ ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേരായിരുന്നു അയ്യപ്പൻ. പിന്നെ അദ്ദേഹത്തിന്റെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത് കൃതികളാണ്, പഠിച്ചു വെക്കണം. വേദാധികാര നിരൂപണം പ്രാചീന മലയാളം. വേദാധികാര നിരൂപണം പ്രാചീന മലയാളം. പിന്നെ അദ്ദേഹത്തിന്റെ കോട്ട് ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കുന്നതാണ്. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാവൂ. പഠിച്ചു വെക്കണം. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ. പിന്നെ അദ്ദേഹം സമാധിയായത് കൊല്ലം ജില്ലയിലെ പന്മനയിലാണ്. ചട്ടമ്പി സ്വാമി സമാധിയായത് എവിടെയാണ്? കൊല്ലം ജില്ലയിലെ പന്മനയിലാണ്. പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്താണ്? അയ്യപ്പൻ. അടുത്ത ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഈ കോഡ്സ് എല്ലാം PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്, പഠിച്ചു വെക്കണം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. പിന്നെ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക. അതുപോലെ മനുഷ്യരുടെ വേഷം, ഭാഷ, മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തി ഭോജനം ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല. ഈ കോഡ്സ് എല്ലാം നോട്ട് ചെയ്ത് വെക്കണം, PSC ചോദിക്കും. ജാതിയെ പറ്റി കൂടുതൽ വരുന്നത് ശ്രീനാരായണ ഗുരുവാണ്, അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. അതുപോലെ തന്നെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചു കൂട്ടിയതാരാണ്? ഗുരുവാണ്. സർവമത സമ്മേളനത്തിന്റെ കവാടത്തില് ഗുരു എങ്ങനെയാണ് കുറിച്ചത്? വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ് ഈ സമ്മേളനം. ഈ കോട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ആലുവ സർവമത സമ്മേളനത്തിന്റെ കവാടത്തില് ഗുരു കുറിച്ചത് എങ്ങനെയാണ്? വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് ഈ സമ്മേളനം. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി. അതുപോലെ തന്നെ പുളികുടി, തിരണ്ട് കല്യാണം, താലികെട്ട് കല്യാണം തുടങ്ങിയ ദുരാചാരങ്ങൾക്കെതിരെ ആരായിരുന്നു? ശ്രീനാരായണ ഗുരുവായിരുന്നു ജനങ്ങളെ ബോധവൽക്കരിച്ചത്. പിന്നെ പഠിക്കേണ്ട SNDP ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം 1903 സ്ഥാപിച്ചത്. ഗുരു ജനിച്ചത് എവിടാണ്? തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയാണ്. റിപ്പീറ്റഡ് PYQ ആണ്. തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ കൃതികളും ചോദിക്കുന്നതാണ്. ഏതൊക്കെയാണ്? ആത്മോപദേശ ശതകം, ദർശനമാല, പിന്നെ ദൈവദശകം. ഏതൊക്കെയാണ്? ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം. പിന്നെ കണ്ണാടി പ്രതിഷ്ഠകളാണ് ചോദിക്കുന്നതാണ്. അരുവിപ്പുറത്തെ ശിവലിംഗ പ്രതിഷ്ഠ, അതുപോലെ കാരമുക്ക് ക്ഷേത്രത്തിലെ ദീപപ്രതിഷ്ഠ, ശിവഗിരിയിലെ ശാരദാ പ്രതിഷ്ഠ. ഇതൊക്കെ ഗുരുവിന്റെ പ്രതിഷ്ഠകളിൽ പ്രധാനപ്പെട്ടവയാണ്. ആലപ്പുഴ ജില്ലയിലെ കളവൻകോട് ഗുരു നടത്തിയ അവസാന പ്രതിഷ്ഠ ചോദിച്ചിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിലെ കളവൻകോട് ആയിരുന്നു. ഓം എന്നെഴുതിയ കണ്ണാടിയാണ് അവിടെ പ്രതിഷ്ഠിച്ചത്. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല
വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം. ഗുരു പറഞ്ഞാണ്, പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് അയ്യങ്കാളിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ചോദിച്ചിട്ടുള്ളതാണ്. അധസ്ഥിതർക്ക് വേണ്ടി മാത്രം വിദ്യാലയം ആരംഭിച്ച എന്നാണ് അയ്യങ്കാളി? 1904 വർഷവും നോട്ട് ചെയ്ത് വെക്കണം, ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഈ കോട്ടും ഇമ്പോർട്ടന്റ് ആണ്. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് പൊരിപ്പിക്കും. അധസ്ഥിത വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചപ്പോൾ അയ്യങ്കാളി നടത്തിയ പ്രഖ്യാപനമാണ്. പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അയ്യങ്കാളി ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ വേങ്ങാനൂരാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ സംഘടന റിപ്പീറ്റഡ് PYQ ആണ് സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘം ആരുടെയാണ്? അയ്യങ്കാളിയുടെയാണ്. അദ്ദേഹം വിദ്യാലയം സ്ഥാപിച്ച 1904 അതുപോലെ കോട്ടും പഠിച്ചു വെക്കണം, ചോദിക്കുന്നതാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ആണ് വില്ലുവണ്ടി യാത്ര. വർഷം പഠിക്കണം, 1893 വില്ലുവണ്ടി യാത്ര. കല്ലുമാല സമരവും അയ്യങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ടാണ്, ചോദിക്കുന്നതാണ്, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരും, പഠിച്ചു വെക്കുക. അതുപോലെ അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിട്ടുണ്ട്. അടുത്തത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെയും ഇമ്പോർട്ടന്റ് ആയിട്ട് കുറച്ച് കോഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്, നോട്ട് ചെയ്ത് വെക്കണം. സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാകാൻ സഹായിക്കുകയും വേണം. വിദ്യാഭ്യാസത്തിന്റെ കൂടുതൽ പറഞ്ഞേക്കുന്ന വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. പിന്നെ മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകുകയുള്ളൂ. സാമൂഹികമായ പിന്നക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ്, പഠിച്ചു വെക്കണം. അദ്ദേഹത്തിന്റെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടി. പിന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചു. സ്ത്രീ വിദ്യാഭ്യാസത്തെ പരിപോഷിപ്പിച്ചു. പിന്നെ ശാസ്ത്രം, കല എന്നീ വിഷയങ്ങളിലൂന്നിയ പഠനത്തെ പ്രോത്സാഹിപ്പിച്ചു. വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി സംഘടനകളെ ബോധവൽക്കരിച്ചു. മലയാളം, ഉറുദു, അറബിക്, സംസ്കൃതം, പേർഷ്യൻ തുടങ്ങിയ ഭാഷകളിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവിക്ക് പ്രാവീണ്യം ഉണ്ടായിരുന്നു. അടുത്ത പഠിച്ചു വെക്കണം. കൊടുങ്ങല്ലൂരിൽ സ്ഥാപിക്കപ്പെട്ട മുസ്ലിം ഐക്യ സംഘം, ഇതിന്റെ പ്രവർത്തനവുമായിട്ട് മൗലവി സഹകരിച്ച് പ്രവർത്തിച്ചു. പിന്നെ അദ്ദേഹത്തിന്റെ മാസിക 2 ഉണ്ട്. ഏതൊക്കെയാണ്? മുസ്ലിമും അൽ ഇസ്ലാമും. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഏതൊക്കെയാണ്? മുസ്ലിം, അൽ ഇസ്ലാം. പിന്നെ സ്വദേശാഭിമാനി പത്രം, ഇതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്, വക്കത്തിന്റെ ആണ്. തിരുവിതാംകൂർ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രം കണ്ടുകെട്ടിയത് എന്നാന്നും പഠിക്കണം. 1910 പത്രാധിപർ ആരാന്നും ചോദിക്കുന്നതാണ്. രാമകൃഷ്ണ പിള്ളയാണ്. അദ്ദേഹത്തെ നാട് കടത്തി. പ്രസ് മടക്കി കിട്ടാനുള്ള ശ്രമം നടത്താൻ നിർബന്ധിപ്പിച്ചപ്പോൾ എന്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രം എന്തിന്, അച്ചുകൂടം എന്തിന് എന്ന നിലപാടാണ് വക്കം സ്വീകരിച്ച്. ഈ കോട്ട് ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അടുത്തത് പ്രതിഷേധം പാട്ടിലൂടെ. കുമാരഗുരുദേവനാണ് പ്രതിഷേധം പാട്ടിലൂടെ അവതരിപ്പിച്ച്. അത് പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അദ്ദേഹം ജനിച്ചത് എവിടാന്നും പഠിക്കണം. തിരുവല്ലയിലെ ഇരവി പേരൂരാണ്. പൊയ്കയിൽ സി കുമാരഗുരുദേവൻ ജനിക്കുന്നത്. പൊയ്കയിൽ അപ്പച്ചൻ എന്ന പേരിലും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ ആണ് ഏത്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. റിപ്പീറ്റഡ് PYQ ആണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ആരുടെയാണ്? പൊയ്കയിൽ കുമാരഗുരുദേവന്റെ ആണ്. അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്നതാണ് യുദ്ധവിരുദ്ധ ജാഥ. 1-ാം ലോകയുദ്ധകാലത്ത് മാരാങ്കുളം എന്ന സ്ഥലത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക് യുദ്ധവിരുദ്ധ ജാഥ നടത്തിയ ആരാന്ന് ചോദിക്കുന്നതാണ്. ആരാണ്? കുമാര ഗുരുദേവനാണ്. അതുപോലെ വാഗ്ഭടാനന്ദന്റെ ആണ് ഏത്? ആത്മവിദ്യാ സംഘം. റിപ്പീറ്റഡ് PYQ ആണ്. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ച ആരാണ്? വാഗ്ഭടാനന്ദനാണ്. അതുപോലെ ഇതും ചോദിക്കുന്നതാണ്. കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിലാണ് തോൽ വിറക് സമരം നടന്നത്. കാസർഗോഡ് ജില്ലയിലെ ചീമേനി, പഠിച്ചു വെക്കണം, PYQ ആണ്. കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിൽ നടന്നാണ് തോൽ വിറക് സമരം. അതുപോലെ കണ്ണൂർ ജില്ലയിലെ കണ്ടക്കൈ ഗ്രാമത്തില് കണ്ടക്കൈ കുഞ്ഞാക്കമ്മയുടെ നേതൃത്വത്തിൽ നടന്നാണ് ഏത്? മേച്ചിൽപുല്ല് സമരം. തോൽവിറക് സമരവും മേച്ചിൽപുല്ല് സമരവും നടന്നത് എവിടാന്ന് പഠിക്കണം, ചോദിച്ചിട്ടുണ്ട്. തോൽവിറക് സമരം കാസർഗോഡ് ജില്ലയിലെ ചീമേനി, മേച്ചിൽപുല്ല് സമരം കണ്ണൂർ ജില്ലയിലെ കണ്ടക്കൈ ഗ്രാമത്തിലാണ്. അതിന്റെ നേതൃത്വം ആരാന്നും പഠിച്ചു വെക്കണം. കുഞ്ഞാക്കമ്മയാണ്.
പിന്നെ ചോദിക്കുന്നതാണ് അടുക്കളയിൽ നിന്ന് അരങ്ങിലേക്ക്. റിപ്പീറ്റഡ് PYQ ആണ്. ആരുടെയാണ്? VT ഭട്ടതിരിപ്പാടിന്റെ ആണ് അടുക്കളയിൽ നിന്ന് അരങ്ങിലേക്ക് എന്ന നാടകം. പിന്നെ പ്രേംജിയുടെയാണ് ഋതുമതി, അതും ചോദിച്ചിട്ടുണ്ട്. പ്രേംജിയുടെയാണ് ഋതുമതി. അടുത്തത് കേരളത്തിൽ പ്രവർത്തിച്ച മിഷനറി സംഘങ്ങളെ കുറിച്ച് ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ലണ്ടൻ മിഷനറി സൊസൈറ്റി തിരുവിതാംകൂർ കേന്ദ്രീകരിച്ചായിരുന്നു ലണ്ടൻ മിഷൻ സൊസൈറ്റി. ചർച്ച് മിഷൻ സൊസൈറ്റി കൊച്ചിയും തിരുവിതാംകൂറും രണ്ടിടത്തും ഉണ്ടായിരുന്നു. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ മലബാറിലായിരുന്നു. ഇത് 3 ചോദിക്കുന്നതാണ്. കൂടുതലും ചോദിച്ചേക്കുന്ന ബാസൽ ഇവാഞ്ചലിക്കൽ മിഷനാണ്, മലബാറിലായിരുന്നു. അത് പഠിച്ചൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ ചാപ്റ്ററിൽ ഇത്രയേ ഉള്ളൂ പോയിന്റ്. നമുക്കിനി അടുത്ത ചാപ്റ്റർ നോക്കാം. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് പഴയ SCERT 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ ആണ് സോഷ്യൽ സയൻസിലെ 8ാമത്തെ ചാപ്റ്റർ. കേരളം ആധുനികതയിലേക്ക് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. പഠിച്ചു വെക്കണം. വാസ്കോ ഡ ഗാമയ്ക്കൊപ്പം കേരളത്തിൽ വന്ന പോർച്ചുഗീസ് നാവികൻ ആരാണ്? പേരൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അൽവാരോ വെൻഹോവ് ആണ്. അൽവാരോ വെൻഹോവ്. അതുപോലെ പഠിച്ചു വെക്കണം കുഞ്ഞാലി മരയ്ക്കാന്മാരെ കുറിച്ച്. കുഞ്ഞാലി മരയ്ക്കാന്മാരായിരുന്നു സാമൂതിരിയുടെ നാവികപ്പട. പോർച്ചുഗീസുകാർക്കെതിരെ പോരാടാൻ സാമൂതിരിയെ സഹായിച്ചിരുന്നവരാണ് ആര്? കുഞ്ഞാലി മരയ്ക്കാന്മാര്. കോഴിക്കോട് ജില്ലയിലെ വടകരയ്ക്കടുത്തുള്ള പുതുപ്പണത്തെ മരക്കാർ കോട്ടയായിരുന്നു ആസ്ഥാനം. ആസ്ഥാനം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ PSC ചോദിക്കുന്നതാണ് ചാലിയം കോട്ട. ചാലിയം കോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ച ആരാണ്? കുഞ്ഞാലി മൂന്നാമനാണ്. ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഖാസി മുഹമ്മദ്, ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഖാസി മുഹമ്മദ് 16ാം നൂറ്റാണ്ടില് എഴുതിയ അറബി കാവ്യം ഏതാണ്? ഫത്തുഹുൽ മുബീൻ, വ്യക്തമായ വിജയം. പഠിച്ചു വെക്കുക. അതിലെ ലൈൻസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. PSC ലൈൻ തന്നിട്ട് ഏത് കൃതിയിലെയാണ്, ആരെഴുതിയതാന്നൊക്കെ ചോദിക്കും. പഠിച്ചു വെക്കുക. ചാലിയംകോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് ആരാണ്? കുഞ്ഞാലി മൂന്നാമനാണ്. ചാലിയംകോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ച് ഖാസി മുഹമ്മദ് എഴുതിയ കൃതി ഏതാണ്? ഫത്തുഹുൽ മുബീൻ, വ്യക്തമായ വിജയം എന്നാണ് അർത്ഥം. ഇതിൽ വർഷം പഠിച്ചു വെക്കണം. 1663. ഈ വർഷം പഠിക്കണം. 1663 ഈ ഡച്ചുകാര് പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്ന് തുരത്തുന്നത്. 1663 ചോദിച്ചതാണ്, മറക്കല്ലേ, നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ പഠിച്ചു വെക്കേണ്ടതാണ് കുളച്ചൽ യുദ്ധം. നമ്മൾ ഓൾറെഡി പുതിയ SCERT-ൽ ഇതൊക്കെ പറഞ്ഞാണ്. റിവിഷൻ ആയിട്ട് എടുത്താൽ മതി, സ്പീഡ് കൂട്ടിയിട്ട് കേട്ടാൽ മതി. കുളച്ചൽ യുദ്ധം മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലുള്ളതായിരുന്നു. 1741 അതുപോലെ തന്നെ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധം കർണാട്ടിക് യുദ്ധങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇതൊക്കെ പുതിയ SCERT-ൽ ഉള്ളതാണ്, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഹിസ്റ്ററി ഓഫ് കേരള അത് പറയുന്നില്ല, പഠിച്ചു വെക്കണം. ഹിസ്റ്ററി ഓഫ് കേരള ആരുടെയാണ്? സർദാർ KM പണിക്കറയാണ്. ഹിസ്റ്ററി ഓഫ് കേരള സർദാർ KM പണിക്കറയാണ്. അതുപോലെ കേരളത്തില് ബ്രിട്ടീഷുകാര് വരുന്നത് 1615 സാമൂതിരിയെ കാണാൻ വേണ്ടി എത്തുന്നത്. പിന്നെ ബ്രിട്ടീഷുകാരുടെ ആദ്യത്തെ പാണ്ഡികശാല എവിടെയാന്ന് പഠിക്കണം. അത് വിഴിഞ്ഞത്താണ്. പിന്നീട് തലശ്ശേരി, അഞ്ചുതെങ്ങ് ഇവിടൊക്കെ വന്നു. ഫസ്റ്റ് എവിടാന്ന് ചോദിക്കുന്നതാണ്, വിഴിഞ്ഞത്തായിരുന്നു. പിന്നെ പഠിക്കേണ്ടതാണ് ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം വെരി വെരി ഇമ്പോർട്ടന്റ്. വർഷം പഠിക്കണം. 1721 ആറ്റിങ്ങൽ കലാപം. ഇങ്ങനെയാണ് ചോദിക്കുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപമാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപമാണ്. ഇത് പുതിയ SCERT-ൽ നമ്മൾ കണ്ടതാണ്. ശ്രീരംഗപട്ടണ ഉടമ്പടിയുടെ വർഷം പഴയ SCERT-ലെ ജസ്റ്റ് വർഷം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. 1792. ഈ മാസവും ഡേറ്റും പഠിക്കണം. ഇപ്പൊ കഴിഞ്ഞ ദിവസം നടന്ന എക്സാമിന് ചോദിച്ചായിരുന്നു. മാർച്ച് 18, മറക്കല്ല, മാർച്ച് 18 ശ്രീരംഗപട്ടണ സന്ധി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുന്നത്. പിന്നെ 1795 ഉടമ്പടി പ്രകാരം തിരുവിതാംകൂറും ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചു. അതുപോലെ പഴശ്ശിരാജയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. PSC ചോദിക്കുന്നതാണ്. കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജയാണ്. പൈച്ചി രാജ എന്നും കൊട്ടിയോട്ടി രാജ എന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. അതും PYQ ആണ്. പൈച്ചി രാജ, കൊട്ടിയോട്ടി രാജ ഇതൊക്കെ അറിയപ്പെടുന്നത് പഴശ്ശിരാജയാണ്. കേരള സിംഹം എന്ന നോവല് എഴുതിയത് ആരാണ്? സർദാർ KM
പണിക്കരാണ്. നമ്മൾ ഒരെണ്ണം കൂടെ പഠിച്ചായിരുന്നു, അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി ഓഫ് കേരള, കേരള സിംഹം ഇതൊക്കെ എഴുതിയത് ആരാണ്? സർദാർ KM പണിക്കരാണ്. അതുപോലെ പഴശ്ശി സ്മാരകം എവിടെയാണ്? മാനന്തവാടിയാണ്. പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. പഴശ്ശി കലാപം PSC ചോദിക്കുന്നതാണ്. മലബാറിലെ കോട്ടയം രാജകുടുംബത്തിലെ കേരളവർമ്മ പഴശ്ശിരാജയാണ് മലബാറില് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നേതൃത്വം നൽകിയത്. മൈസൂരിലെ ഭരണാധികാരികൾക്കെതിരെ ബ്രിട്ടീഷുകാരെ സഹായിച്ചതിന് പകരമായിട്ട് കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം ബ്രിട്ടീഷുകാര് പഴശ്ശിരാജയ്ക്ക് വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ വിജയിച്ച ശേഷം ഈ വാഗ്ദാനം ബ്രിട്ടീഷുകാര് നടപ്പാക്കിയില്ല. അതാണ് ബ്രിട്ടീഷുകാരും പഴശ്ശിരാജയും തമ്മിൽ യുദ്ധത്തിന് കാരണം. അതുപോലെ തന്നെ വയനാടിന് മേൽ ബ്രിട്ടീഷുകാര് അവകാശവാദം ഉന്നയിച്ചു. ഇതൊക്കെയാണ് പഴശ്ശിരാജ ജനങ്ങളെ സംഘടിപ്പിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനുള്ള കാരണം. അദ്ദേഹത്തെ സഹായിച്ചത് ആരൊക്കെയെന്ന് പഠിക്കണം. ചെമ്പൻ പോക്കർ, കൈതേരി അമ്പു നായർ, ഇടച്ചേന കുങ്കൻ നായർ. വയനാട്ടിലെ കുറിച്യർ നേതാവ് ആരാന്ന് ചോദിക്കുന്നതാണ്. ആരാണ്? തലയ്ക്കൽ ചന്തുവാണ്. ഒളിപ്പോരൊക്കെ നടത്തിയത് ഇവരുടെയൊക്കെ സഹായത്തോടെയാണ്. പഴശ്ശിരാജ മരിക്കുന്നതും പഠിച്ചു വെക്കണം. 1805 നവംബർ 30-നാണ് പഴശ്ശിരാജ വധിക്കപ്പെടുന്നത്. അടുത്തത് കുണ്ടറ വിളംബരമാണ്, പഠിച്ചു വെക്കണം. വേലുത്തമ്പി ദളവയാണ് കുണ്ടറ വിളംബരം പുറപ്പെടുവിപ്പിച്ചത്. അതെന്നാന്ന് പഠിക്കണം. 1809 ജനുവരി 11-നാണ്. 1809 ജനുവരി 11-നാണ്. മെക്കാളയോട്ടായിരുന്നു ഇവർക്ക് പ്രശ്നം. വേലുത്തമ്പി ദളവ മണ്ണടിയിൽ വെച്ചാണ് ആത്മഹത്യ ചെയ്യുന്നത്, അതും പഠിച്ചു വെക്കുക. അദ്ദേഹത്തെ പിന്നീട് തിരുവനന്തപുരത്തെ കണ്ണൻമൂലയിൽ കെട്ടിത്തൂക്കുകയൊക്കെ ചെയ്തു. അടുത്ത റെയിൽപാത പഠിക്കണം. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത ബേപ്പൂര് മുതൽ തിരൂര് വരെ ആയിരുന്നു. 1861-ലായിരുന്നു. വർഷം പഠിക്കണം. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ച ആരാണ്? ബ്രിട്ടീഷുകാരാണ്. 1861-ലാണ്. ബേപ്പൂര് മുതൽ തിരൂര് വരെയാണ്. അടുത്ത മാപ്പിള കലാപങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ ഏതായിരുന്നു? ലോഗൻ കമ്മീഷൻ ആയിരുന്നു. പിന്നെ പഠിക്കണം മലബാർ കുടിയായ്മ നിയമം. വർഷം എന്നാണ്? 1929-ലാണ് മലബാർ കുടിയായ്മ നിയമം. ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ പണ്ടാരപ്പാട്ട വിളംബരം എന്നായിരുന്നു? 1865-ലായിരുന്നു. അത് പുറപ്പെടുവിക്കുന്ന ആയില്യം തിരുനാളാണ്, അതും പഠിച്ചു വെക്കുക. അടുത്തത് ജന്മി കുടിയായ്മ നിയമം 1896-ലായിരുന്നു. 1896. കൊച്ചി കുടിയായ്മയും പഠിക്കണം. 1914-ലാണ്. ഈ വർഷമെല്ലാം ചോദിച്ചതാണ്, അതുകൊണ്ടാണ് പറയുന്നത്. തിരുവിതാംകൂറിലെ പണ്ടാരപ്പാട്ട വിളംബരം എന്നാണ്? 1865-ലാണ്. കൊച്ചി കുടിയായ്മ നിയമം എന്നാണ്? 1914-ലാണ്. മലബാർ കുടിയായ്മ നിയമം എന്നാണ്? 1929-ലാണ്. നമ്മൾ ഒരെണ്ണം കൂടെ പറഞ്ഞു, എന്താണ്? ജന്മി കുടിയായ്മ നിയമം 1896-ലാണ്. അത് 1896-ലാണ്. അടുത്ത PSC ചോദിക്കുന്നതാണ്. 1859-ലാണ് ആദ്യത്തെ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിക്കുന്നത്. കശുവണ്ടി ഫാക്ടറികൾ എവിടൊക്കെയായിരുന്നു? കൊല്ലമായിരുന്നു മെയിനായിട്ട് കശുവണ്ടി ഫാക്ടറി. പിന്നെ ഫറോക്ക്, കൊല്ലം, ഒല്ലൂര് തുടങ്ങിയ പ്രദേശങ്ങളാണ് ഓട്ട് കമ്പനി. കണ്ണൂരും കോഴിക്കോടുമായിരുന്നു കൈത്തറി നിർമ്മാണശാല. അതുപോലെ ബീഡി വ്യവസായം കണ്ണൂര് കേന്ദ്രീകരിച്ചായിരുന്നു. ഈ 1859-ലാണ് ചാന്നാർ ലഹള, അതും പഠിച്ചു വെക്കുക. ഇത് പഠിച്ചു വെക്കണം. വ്യവസായശാലകൾ എവിടെയാന്നുള്ളത്. പുനലൂർ പേപ്പർ മിൽ എവിടെയാണ്? കൊല്ലത്താണ് പുനലൂർ പേപ്പർ മില്ല്. കളമശ്ശേരിയിലെ ഫാക്ട് എറണാകുളത്താണ്. അടുത്ത കുണ്ടറ സിറാമിക്സ് കൊല്ലമാണ്. റബ്ബർ വർക്ക്സ് തിരുവനന്തപുരമാണ്. പിന്നെ ടാറ്റ ഓയിൽ മിൽസ് കൊച്ചിയാണ്. അളഗപ്പ തുണിമില്ല്, ഇത് രണ്ടും കൊച്ചിയിലാണ്. പിന്നെ ചോദിക്കുന്നതാണ് ആദ്യമായിട്ട് രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതാണ്? നെടുങ്ങാടി ബാങ്ക് ആണ്. ആദ്യമായിട്ട് രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതാണ്? നെടുങ്ങാടി ബാങ്ക് ആണ്. അതിനുശേഷമാണ് ഇമ്പീരിയൽ ബാങ്കും ഇന്റർനാഷണൽ ബാങ്കും ചാർട്ടേഡ് ബാങ്കും ഒക്കെ വരുന്നത്. കേരളത്തിൽ ആദ്യമായിട്ട് രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതാണ്? നെടുങ്ങാടി ബാങ്ക് ആണ്. അടുത്തത് സാംസ്കാരിക മേഖലയിലെ ബ്രിട്ടീഷ് സ്വാധീനം. PSC ചോദിക്കുന്നതാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം. റിപ്പീറ്റഡ് PYQ ആണ്.
മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ്? ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. അതുപോലെ മലയാള ഭാഷയിലെ ആദ്യത്തെ നിഘണ്ടു തയ്യാറാക്കിയത് ആരാണ്? അർണോസ് പാതിരിയാണ്. പഠിച്ചു വെക്കണം. മലയാള ഭാഷയിലെ ആദ്യത്തെ നിഘണ്ടു തയ്യാറാക്കിയത് അർണോസ് പാതിരിയാണ്. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം ഏതാണ്? സംക്ഷേപ വേദാർത്ഥമാണ്. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം ഏതാണ്? സംക്ഷേപ വേദാർത്ഥമാണ്. പിന്നെ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു ബെഞ്ചമിൻ ബെയ്ലി, മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു ഹെർമൻ ഗുണ്ടർട്ടുമാണ്. പിന്നെ പഠിക്കേണ്ടത് ഹെർമൻ ഗുണ്ടർട്ട് തലശ്ശേരിയിൽ നിന്നും പ്രസിദ്ധപ്പെടുത്തിയ പത്രങ്ങൾ, 2 പത്രമുണ്ട്, ചോദിക്കുന്നതാണ്. ഏതൊക്കെയാണ്? രാജ്യസമാചാരവും പശ്ചിമോദയം. ഏതൊക്കെയാണ്? രാജ്യസമാചാരം, പശ്ചിമോദയം. മിഷണറി സംഘം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞാണ്. ലണ്ടൻ മിഷണറി സൊസൈറ്റി LMS തിരുവിതാംകൂർ ആയിരുന്നു പ്രവർത്തന മേഖല. അടുത്ത CMS ചർച്ച് മിഷൻ സൊസൈറ്റി കൊച്ചിയിലും തിരുവിതാംകൂറും ഉണ്ടായിരുന്നു. പിന്നെ BEM ഇതാണ് ഒത്തിരി വട്ടം ചോദിച്ചേക്കുന്നത്. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ BEM മലബാർ കേന്ദ്രീകരിച്ചാണ്. അത് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച ആരാണ്? ഗൗരി പാർവതി ബായി ആണ്. അതുപോലെ വസൂരി തടയാനുള്ള കുത്തിവെപ്പ് ആദ്യമായിട്ട് നടത്തിയത് എവിടാണ്? മലബാറിലാണ്. പിന്നെ കേരളത്തെ ഒരു ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ച ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. സാമൂഹിക പരിഷ്കർത്താക്കളും അവരുടെ പ്രസ്ഥാനങ്ങളും വെരി വെരി ഇമ്പോർട്ടന്റ്. ഇത് പഠിക്കാതെ പോലെ. വൈകുണ്ഠ സ്വാമികളുടെ ആണേത്? സമത്വ സമാജം. പിന്നെ ശ്രീനാരായണ ഗുരുവിന്റെ ആണേത്? SNDP. പിന്നെ അയ്യങ്കാളിയുടെ ആണേത്? സാധുജന പരിപാലന സംഘം. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ആണേത്? തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ ആരുടെയാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെയാണ്. വാക്പടാനന്ദന്റെ ആണേത്? ആത്മവിദ്യ സംഘം. സഹോദരൻ അയ്യപ്പന്റെ ഏതാണ്? സഹോദര പ്രസ്ഥാനമാണ്. പണ്ഡിറ്റ് KP കറുപ്പന്റെ ആണേത്? അരയ സമാജം. മന്നത്ത് പത്മനാഭന്റെ ആണ് NSS. VT ഭട്ടതിരിപ്പാടിന്റെ ആണേത്? യോഗക്ഷേമ സഭ. കുമാരഗുരുദേവന്റെ ഏതാണ്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. ഇത് പഠിക്കണം. ഇത് PSC മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കുന്നതാണ്. പഠിക്കാതെ പോലെ. അടുത്ത ഗുരുവിന്റെ 2 കൃതികളാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. ദൈവദശകവും ആത്മോപദേശ ശതകവും. അതിലെ വരികളാണ് തന്നിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ചാന്നാർ ലഹളയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായിട്ട് തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ സ്ത്രീകള് പോരാട്ടം നടത്തി. ഇതിനെ തുടർന്ന് 1859 വർഷം പഠിക്കണം. 1859 ജാക്കറ്റും മേൽമുണ്ടും ധരിക്കാനുള്ള അവകാശം ചാന്നാർ സ്ത്രീകൾക്ക് അനുവദിച്ച ആരാണ്? ഉത്രം തിരുനാൾ മഹാരാജാവാണ്. പിന്നെ പഠിക്കേണ്ടതാണ്. 1888 ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയത്. എന്നാണ്? 1888. അദ്ദേഹത്തിന്റെ കോഴ്സ് പറഞ്ഞിട്ടുണ്ട്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. അദ്ദേഹം ഇത് അരുവിപ്പുറത്തെ ക്ഷേത്രത്തിന് മുന്നിലാണ് രേഖപ്പെടുത്തിയത്. എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, ഈ മാർക്ക് ചെയ്തേക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ കോട്ടാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും സംഘടന കൊണ്ട് ശക്തരാകാനും അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു. പിന്നുള്ളതാണ്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് ഈ സമ്മേളനം. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലും പറഞ്ഞാണ്. ആലുവ സർവമത സമ്മേളനത്തിലെ കാര്യമാണ് പറയുന്നത്. അടുത്ത സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി കേരളത്തിൽ നടന്ന പ്രക്ഷോഭത്തിൽ പ്രധാനപ്പെട്ടതാണ് ഏത്? വൈക്കം സത്യാഗ്രഹം. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. 1924 TK മാധവന്റെ നേതൃത്വത്തിലായിരുന്നു. ഇതിനോടനുബന്ധിച്ചാണ് മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ നടത്തിയത്. പിന്നുള്ളത് ഗുരുവായൂർ സത്യാഗ്രഹമാണ്. കേളപ്പന്റെ നേതൃത്വത്തിലായിരുന്നു. 1931 സമരത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? AK ഗോപാലനായിരുന്നു. ഈ സത്യാഗ്രഹത്തിൽ P കൃഷ്ണപിള്ളയ്ക്ക് ക്രൂരമായിട്ടുള്ള മർദ്ദനം ഏറ്റിട്ടുണ്ട്. പിന്നെ പഠിക്കേണ്ടത് നമ്മൾ പറഞ്ഞു തന്നെയാണ്.
1936 നവംബർ 12. നവംബർ 12-നായിരുന്നു എന്ത് ക്ഷേത്രപ്രവേശന വിളംബരം. ഓൾറെഡി പറഞ്ഞതാണ്. അടുത്ത ദേശീയ പ്രസ്ഥാനം കേരളത്തില് PSC ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. മലബാറിലെ ബ്രിട്ടീഷുകാർ നേരിട്ടുള്ള ഭരണം ആയിരുന്നു. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. കൊച്ചിയിലും തിരുവിതാംകൂറിലും റെസിഡന്റുമാരുടെ പരോക്ഷമായിട്ടുള്ള ഭരണമാണ് നടന്നിരുന്നത്. അതുകൊണ്ട് മലബാറിലെ പോലെ രാഷ്ട്രീയ സമരങ്ങൾ കൊച്ചിയിലും തിരുവിതാംകൂറിലും കുറവായിരുന്നു. ആദ്യം മലബാറിലെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാം ലോക യുദ്ധ കാലഘട്ടത്തിലാണ് മലബാർ പ്രദേശത്ത് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സജീവമായത്. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനം, പ്രഥമ സമ്മേളനം പഠിച്ചു വെക്കണം, ചോദിച്ചിട്ടുള്ളതാണ്. 1916 ആനി ബസന്റിന്റെ അധ്യക്ഷതയിൽ എവിടെ വെച്ചാണ് നടന്നത്? പാലക്കാട് വെച്ച്. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം 1916. അധ്യക്ഷ ആരായിരുന്നു? ആനി ബസന്റ്. നടന്നത് പാലക്കാട് വെച്ചാണ്. KP കേശവ മേനോൻ, KP രാമൻ മേനോൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, K മാധവൻ നായർ, മൊയ്തു മൗലവി, MB നാരായണ മേനോൻ എന്നിവരായിരുന്നു കോൺഗ്രസ് പ്രവർത്തനത്തിന് മലബാറിലെ നേതൃത്വം നൽകിയത്. ആരൊക്കെയാണെന്നൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നുള്ളത് അവസാനത്തെ മലബാർ രാഷ്ട്രീയ സമ്മേളനമാണ്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. വർഷം എന്നാണ് 1920. എവിടെ വെച്ചാണ് നടന്നതെന്നും PSC ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എവിടെ വെച്ചായിരുന്നു? മഞ്ചേരിയിൽ വെച്ചായിരുന്നു ലാസ്റ്റ് മലബാർ രാഷ്ട്രീയ സമ്മേളനം. അതിൽ ചർച്ച ചെയ്ത വിഷയം PSC സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെ ചർച്ച ചെയ്തത്? ഭരണപരിഷ്കരണം, പിന്നെ കുടിയാൻ പ്രശ്നം, ഖിലാഫത്ത്. എന്തൊക്കെയാണ്? ഭരണപരിഷ്കരണം, കുടിയാൻ പ്രശ്നം, ഖിലാഫത്ത്. 1920 ഗാന്ധിജിയും ഷൗക്കത്ത് അലിയും കോഴിക്കോട് ഖിലാഫത്ത് പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. 1920 ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിൽ എത്തുന്നതും 1920. അത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണത്തിന് വേണ്ടിയാണ്. കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി, പേര് പഠിച്ചു വെക്കണം. പ്രസിഡന്റ്, ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി. സെക്രട്ടറി ആരായിരുന്നു? സാഹിബായിരുന്നു. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബായിരുന്നു സെക്രട്ടറി. അങ്ങനെ കമ്മിറ്റി രൂപീകരിച്ചു. മലബാറിൽ ശക്തിപ്പെട്ടു. അതേ തുടർന്ന് മലബാറിൽ പലയിടത്തും ബ്രിട്ടീഷുകാരുമായിട്ട് ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളായിട്ട് മലബാറിലെ കർഷകരായ മാപ്പിളമാര് ശക്തമായിട്ടുള്ള പോരാട്ടം നടത്തി. ഈ സമരങ്ങളെയാണ് മലബാർ കലാപം എന്ന് അറിയപ്പെടുന്നത്. 1921. പിന്നെ നിയമലംഘന പ്രസ്ഥാനത്തെ കുറിച്ചാണ് പറയുന്നത്. 1930. കേളപ്പന്റെ നേതൃത്വത്തിലായിരുന്നു പയ്യന്നൂര്. കോഴിക്കോട് ആരായിരുന്നു? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബായിരുന്നു. ഉപ്പ് നിയമം ലംഘിച്ച് ഉപ്പുണ്ടാക്കി. പിന്നെ ഇത് ചോദിക്കുന്നതാണ് പൂക്കോട്ടൂർ യുദ്ധം. നമ്മൾ പറഞ്ഞാണ് 1921 മലബാർ കലാപത്തിന്റെ ഭാഗമായിട്ട് നടന്ന പ്രധാന സംഭവമാണ് പൂക്കോട്ടൂർ യുദ്ധം. അടുത്ത പഠിക്കേണ്ടത് 1934 ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനം പിൻവലിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരിൽ ഒരു വിഭാഗം സോഷ്യലിസ്റ്റ് പാർട്ടിക്കാരായിട്ട് മാറി. 1939 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് രൂപപ്പെട്ടു. EMS, AK ഗോപാലൻ, P കൃഷ്ണപിള്ള. ആരൊക്കെയാണ്? EMS, AK ഗോപാലൻ, P കൃഷ്ണപിള്ള എന്നിവരായിരുന്നു കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ. കയ്യൂർ, മൊറാഴ, കരിവെള്ളൂർ എന്നിവിടങ്ങളില് കർഷക സമരം നടന്നു. പിന്നെ കീഴരിയൂർ ബോംബ് കേസ്, അതിന്റെ നേതാക്കള് രണ്ടുപേരുണ്ട്. രണ്ടുപേരുടെയും പേര് പഠിച്ചു വെക്കുക. KB മേനോൻ. എക്സാമിന് KB മേനോൻ ആണ് വന്നത്. പിന്നെ ആരാണ്? കുഞ്ഞിരാമ കിടാവ്. പിന്നെ ഇവിടെ ബോക്സിൽ പറഞ്ഞിരിക്കുന്നത് ചേറ്റൂർ ശങ്കരൻ നായരെ കുറിച്ചാണ്. INC-യുടെ അധ്യക്ഷ പദവിയിലെത്തിയ ഒരേ ഒരു മലയാളിയാണ് അദ്ദേഹം. പാലക്കാട്ടുകാരനാണ്. 1897 അമരാവതി സമ്മേളനത്തിനാണ് പ്രസിഡന്റ് ആയത്. ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം ആടെയാണെന്ന് ചോദിച്ചിട്ടുള്ളതാണ്. ചേറ്റൂർ ശങ്കരൻ നായരെയാണ്. മലബാർ കലാപത്തെ കുറിച്ച് പടപ്പാട്ട് എഴുതിയത് കമ്പളത്ത് ഗോവിന്ദൻ നായരാണ്. അടുത്തത് മലയാളി മെമ്മോറിയൽ ആണ്. 1891 മലയാളി മെമ്മോറിയൽ. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ട് ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിൽ നടന്നതാണ് ഏത്? മലയാളി മെമ്മോറിയൽ. 1891.
ഒന്നിലായിരുന്നു. അതുപോലെ ഈഴവ മെമ്മോറിയൽ പൽപുവിന്റെ നേതൃത്വത്തിലായിരുന്നു 1896. പിന്നെ നിവർത്തന പ്രക്ഷോഭത്തെ കുറിച്ചാണ് പറയുന്നത്. ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാര് 1932 ആയിരുന്നു നിവർത്തന പ്രക്ഷോഭം. നേതാക്കളെ പഠിച്ചു വെക്കണം. NV ജോസഫ്, PK കുഞ്ഞ്, C കേശവൻ. പിന്നെ PSC ചോദിക്കുന്നതാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? പട്ടം താണുപിള്ളയായിരുന്നു. 1938 രൂപം കൊണ്ടത് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്. അടുത്തത് 1946 ദിവാനായിരുന്ന CP രാമസ്വാമി അയ്യരുടെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ നടന്നാണേത്? പുന്നപ്ര വയലാർ സമരം. വർഷം പഠിച്ചു നോക്കണം. 1946 പുന്നപ്ര വയലാർ സമരം. അടുത്ത കൊച്ചിയിലെ കാര്യമാണ് പറയുന്നത്. ഇലക്ട്രിസിറ്റി സമരം എന്നായിരുന്നു? 1936. പിന്നെ പഠിക്കേണ്ടത് കൊച്ചി രാജ്യപ്രജാ മണ്ഡലം 1941 S നീലകണ്ഠ അയ്യര്, VR കൃഷ്ണൻ എഴുത്തച്ഛൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് രൂപീകരിച്ചത്. ഇക്കണ്ട വാര്യർ, പനമ്പള്ളി ഗോവിന്ദ മേനോൻ, K അയ്യപ്പൻ ഇവരായിരുന്നു കൊച്ചി രാജ്യപ്രജാ മണ്ഡലത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. അടുത്തത് 1931 കോൺഗ്രസിന്റെ വടകര സമ്മേളനം നടക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് മഹിളാ സമ്മേളനം ചേർന്നു. മലബാറില് AV കുട്ടിമാളു അമ്മയും തിരുവിതാംകൂറില് അക്കാമ ചെറിയാൻ, ആനി മസ്ക്രീൻ എന്നിവരായിരുന്നു ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത്. ചോദിച്ചിട്ടുള്ളതാണ്. മലബാറിൽ ആരായിരുന്നു? AV കുട്ടിമാളു അമ്മ. തിരുവിതാംകൂറില് അക്കാമ ചെറിയാനും ആനി മസ്ക്രീനുമാണ്. അടുത്തത് ഐക്യ കേരളത്തിലേക്ക്. ഇത് ചോദിക്കുന്നതാണ് റിപ്പീറ്റഡ് ആയിട്ട്. 1920 നാഗ്പൂരിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനമാണ് ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇത് ചോദിക്കുന്നതാണ്. 1921 ഏപ്രിൽ 23 മുതൽ 26 വരെ ഒറ്റപ്പാലം, സ്ഥലം പഠിക്കണം, ഒറ്റപ്പാലത്ത് വെച്ച് ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നു. ഇതിന്റെ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ബാരിസ്റ്റർ T പ്രകാശമായിരുന്നു. ആന്ധ്ര കേസരി എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. തുടർന്ന് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നിലവിൽ വന്നു. നെഹ്റു, ഇതും ചോദിക്കുന്നതാണ്. നെഹ്റുവിന്റെ അധ്യക്ഷതയിലായിരുന്നു പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം. 1947 കേളപ്പന്റെ അധ്യക്ഷതയിൽ തൃശ്ശൂരില് ഐക്യ കേരള കൺവെൻഷൻ. പഠിച്ചേക്കണം, ഐക്യ കേരള കൺവെൻഷൻ. ആലുവയിൽ ചേർന്ന ഐക്യ കേരള സമ്മേളനത്തിലും ഐക്യ കേരള പ്രമേയം പാസാക്കി. ഇതേ തുടർന്ന് തിരുക്കൊച്ചി സംയോജനം പഠിച്ചേക്കണം, ചോദിക്കുന്നതാണ്. 1949 ജൂലൈ 1 തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചത്. അതുപോലെ 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം ആടെയാന്ന് PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ആരുടെയാണ്? EMS ആണ്. മലബാർ, കൊച്ചി പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായത്. ഇതും ചോദിക്കുന്നതാണ്. തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നീ താലൂക്കുകൾ മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തു. തെക്കൻ കർണാടകത്തിന്റെ ഭാഗമായിരുന്ന കാസർഗോഡ്, ഹോസ്ദുർഗ് താലൂക്കുകൾ കേരളത്തിനോട് കൂട്ടിച്ചേർക്കപ്പെട്ടു. ചോദിക്കുന്നതാണ്. കേരളത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ടത് കാസർഗോഡ്, ഹോസ്ദുർഗ് താലൂക്കാണ്. പിന്നെ പഠിക്കേണ്ടത് ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയതാരാണ്? NV കൃഷ്ണവാര്യരാണ്. NV കൃഷ്ണവാര്യരാണ്. ഈ ചാപ്റ്ററിൽ ഇത്രയുള്ള പോയിന്റ്സ്. പിന്നുള്ളത് NCERTയിലെ 2 ചാപ്റ്റേഴ്സ് ആണ്. 10th പ്രിലിംസ് ആയതുകൊണ്ട് ഇതിന്ന് ഒത്തിരി ചോദിക്കാൻ ചാൻസ് ഇല്ല, കുറവാണ്. ഇത്രയും പറഞ്ഞ ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചിട്ട് പോവുക. ഈ ചാപ്റ്റേഴ്സിന്റെ ക്ലാസിന്റെ വീഡിയോ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. എല്ലാവരും കാണുക. VFA അതുപോലെ ബെവ്കോ, LECക്കൊക്കെ ഈ ചാപ്റ്റേഴ്സും പഠിക്കാതെ പോലെ ഇമ്പോർട്ടന്റ് ആണ്. 10th പ്രിലിംസിനൊക്കെ SCERT മാത്രം നോക്കിയാൽ മതി. അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.